ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഡിഫ്തീരിയയാണ്. ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താണ് തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന ഒരു അസുഖമാണല്ലേ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താണ് എൻഡമിക് ഡിസീസാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻഡമിക് ഡിസീസാണ്, ഒരു പകർച്ചവ്യാധിയാണ്. അതിന് കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ ഷെഡ്യൂളുകളുണ്ട്. അതിനൊക്കെ അനുസരിച്ച് നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ. എന്നാൽ കൂടിയും റീസെൻ്റ്ലി ആയിട്ടുള്ള കുറേ പരിണാമങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലാനുഗതമായിട്ടുള്ള കുറേ പരിണാമങ്ങൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ COVID-19 പോസ്റ്റ് കോവിഡ് എക്സ്പോഷറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ വാക്സിനോട് കുറേ ആൾക്കാർ വിമുഖത കാണിക്കുന്നതുകൊണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലേ, അതേപോലെ നമ്മുടെ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് ഉണ്ടായിട്ടുള്ള ജനിതകപരമായ വ്യതിയാനങ്ങൾ, ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ കുറച്ച് പ്രിവലൻസ് വർദ്ധിച്ചു വരുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷകളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഡിഫ്തീരിയ. അപ്പോൾ ഈ ഡിഫ്തീരിയയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ക്ലാസ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളും കൂടെ നമുക്ക് എഴുതി മുന്നോട്ട് പോകാം. ഇനി ഡിഫ്തീരിയയെക്കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കും, അത് യാതൊരു സംശയം വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഡിഫ്തീരിയ എന്താ? ഡിഫ്തീരിയ ഈസ് ആൻ അക്യൂട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതെന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസസ്. എന്താ ഇൻഫെക്ഷ്യസ് ഡിസീസസ്? ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ഈ ഒരു അസുഖത്തിന് പിന്നിലുണ്ടെങ്കിലാണ് ആ അസുഖത്തെ നമ്മൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് അല്ലാതെ ഉള്ള ഒരുപാട് ഡിസീസുകളുണ്ട്. ഡിസീസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസുകളുണ്ട്, അതുപോലെ ഡെഫിഷ്യൻസി ഡിസീസുകളുണ്ട്, ജനിതക രോഗങ്ങളുണ്ടല്ലേ, അങ്ങനെ ഒത്തിരി രോഗങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഡിഫ്തീരിയ എന്താ? ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇൻഫെക്ഷ്യസ് ഏജന്റ്? അല്ലെ ഏത് തരത്തിലുള്ള ഓർഗാനിസമാണ്? വൈറസ് ആണോ? അല്ല, എന്താ? ബാക്ടീരിയ ആണ് ഇതിന് കാരണമാകുന്നത്. അതാണ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എന്തിന്? ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന മക്കളെ. അപ്പോൾ എന്താണ്? ഡിഫ്തീരിയ ഈസ് ആൻ അക്യൂട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ ടോക്സിജനിക് സ്ട്രെയിൻസ് ഓഫ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ അല്ലേ. കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ടോക്സിജനിക് സ്ട്രെയിൻസ് ആണ് ഇതിന് കാരണമാകുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ അസുഖത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നുണ്ട് അല്ലേ. ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന എക്സോടോക്സിൻസ് ആണ് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന സാധനമായിട്ട് കൂടുതലും മാറി വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ? കോർണിബാക്ടീരിയം ഡിഫ്തീരിയയിലെ എക്സോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള സ്ട്രെയിൻസ് ആണ് ഇതിന് കാരണമാകുന്നത്. ഈ വാക്ക് എവിടെ വന്ന് നോക്കാം? ഗ്രീക്ക് പദമാണ് മക്കളെ. എന്താണ്? ഡിഫ്തീരിയ എന്താണ്? ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം എന്താ? സ്കിൻ അല്ലെങ്കിൽ ഹൈഡ്, തുകൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഡിഫ്തീരിയ തൊണ്ടമുള്ള് ബാധിച്ച ഒരു കുട്ടിയുടെ വായ്ക്കുള്ളിലുള്ള ആ ഒരു ലെതറി അപ്പിയറൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അവിടെ ഒരു എക്സ്ട്രാ ഒരു തുകൽ, ഒരു തോല് വെച്ചിരിക്കുന്നത് പോലെയാണ് അത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രീക്ക് പദമാണ്, മറന്നു പോകരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? സ്കിൻ അല്ലെങ്കിൽ ഹൈഡ് എന്നാണ് അർത്ഥം. എന്താണ്? ഹൈഡ്, തുകൽ, രണ്ടും ഒരർത്ഥം തന്നെ അല്ലേ. സ്കിന്ന് അല്ലെങ്കിൽ തുകൽ രണ്ടും ഒരർത്ഥമാണ് വരുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? അതിന്റെ അപ്പിയറൻസ് അങ്ങനെയാണല്ലേ. ഒരു ഹൈഡിന്റെ, ഒരു തുകലിന്റെ അപ്പിയറൻസ് ആണ് വരുന്നത്. നോക്കാം. ഫാറ്റാലിറ്റി റേറ്റ് ഓൺ ആൻ average is about of 10% which has been changed a little since the past decades in untreated cases. അതായത് അൺട്രീറ്റഡ് കേസസിൽ, ട്രീറ്റ് ചെയ്യാത്ത കേസിൽ ഇത്ര ഏകദേശം 10% ഫാറ്റാലിറ്റി വരുന്നത്, മരണനിരക്ക് വരുന്നത് അല്ലേ. അതിനകത്ത് ചെറിയൊരു കുറവൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട്. കാരണം വേറൊന്നുകൊണ്ടല്ല, നിരന്തരം നമ്മളൊരു ഓർഗാനിസം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി ആയിട്ടൊരു ഇമ്മ്യൂണിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നോക്കാം. ചിൽഡ്രൻ്റെ കാര്യം എടുത്താൽ 5 years ഓഫ് ഏജ് അല്ലേ, അണ്ടർ 5 years എടുത്താൽ 1 out of 5 children dies. അതാണ് സംഭവം. എന്താണ്? 5-1 മരണമാണ് ഡിഫ്തീരിയയുടെ ഫാറ്റാലിറ്റി റേറ്റ് മക്കളെ, മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ചിൽഡ്രനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 5-1 മരണനിരക്ക്. അതേപോലെ നോക്കാം. ഡിഫ്തീരിയ എന്താണ്? ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ആ വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? ഗ്രീക്ക് വാക്കാണ്. ഡിഫ്തീരിയ മീൻസ് സ്കിൻ ഓർ ഹൈഡ്. സ്കിൻ അല്ലെങ്കിൽ ഹൈഡ് എന്ന അർത്ഥത്തിലാണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തന്നല്ലേ. ഓക്കെയാണ്. ഇനി നമുക്ക് ഇന്ത്യൻ സിനാറിയോ നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ എന്താണെന്ന അവസ്ഥ നോക്കാം. ഡിഫ്തീരിയ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എൻഡമിക് ഡിസീസാണ്. എന്താ എൻഡമിക് ഡിസീസ്? നമ്മൾ COVID-19 ഒരു പാൻഡമിക് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഒരു പാൻഡമിക് ആണെന്ന് കേട്ടിട്ടുണ്ട്. COVID-19 ഒരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചത് WHO പ്രഖ്യാപിച്ചത് എന്നാടാ? അറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങൾ റെഫർ ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. COVID-19 പാൻഡമിക് ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ എന്താണ് എൻഡമിക്, എന്താണ് പാൻഡമിക്, അതുപോലെ എപ്പിഡമിക്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കി പോകാം. അല്ലെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളൊരു ഭൂമിയെ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ
അതിനകത്ത് എന്തൊക്കെയാണോടാ, ഒരുപാട് കോണ്ടിനെൻസ് ഉണ്ടല്ലേ, ഒരുപാട് ഭൂഖണ്ഡങ്ങളുണ്ട്. അതിനകത്ത് ഏഷ്യ വരുന്നുണ്ട്, വൻകരകളുണ്ട്. അപ്പോൾ ഈ വൻകരകളിൽ ഒട്ടാകെ പടർന്നു പിടിക്കുന്ന തരത്തിൽ, അതായത് ദർ ഈസ് നോ ബാരിയർ ഇൻ ബിറ്റ്വീൻ, അങ്ങനെയുള്ള അസുഖങ്ങൾ നമ്മൾ പാൻഡമിക് എന്ന് വിളിക്കുക, ഗ്ലോബൽ പാൻഡമിക് എന്ന് വിളിക്കുക. മാറിപ്പോലെ കേട്ടോ മക്കളെ, മാറിപ്പോലെ പാൻഡമിക്. ഇനിയിപ്പോൾ എന്താ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഈ അസുഖം പടർന്നു പിടിക്കും. പാൻഡമിക്കും വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് അല്ലേ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കും. അതായത് കേരളത്തിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പോട്ടെ നമുക്ക് നിപ്പ കോഴിക്കോട് വന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ പടർന്നു പിടിക്കാൻ സാധ്യതയില്ലേ? ഉണ്ടല്ലോ, ഇല്ലേടാ? ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ വളരെ വേഗത്തിൽ നമ്പർ ഓഫ് കേസസ് റേസ് ആകും. പക്ഷേ എന്താണ്, ഒരു മാക്സിമം ഒരു രാജ്യത്തിനകത്തൊക്കെ ഒതുങ്ങി നിൽക്കും. അതാണ് എന്ത് എപ്പിഡമിക് കേട്ടോ, എപ്പിഡമിക്. എപ്പിഡമിക് വലുതായാൽ പാൻഡമിക് ആയി. ഓക്കെ, ഇനി എന്താ എൻഡമിക് എന്ന് പറഞ്ഞാൽ? ഈ രണ്ട് സാധനവും എൻഡമിക്കായി ചുരുങ്ങാം. എൻഡമിക് എന്ന് പറഞ്ഞാൽ എൻഡോ അല്ലെ, ഉള്ളിൽ എൻഡമിക് കുറച്ചും കൂടെ മൈൽഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് ഒരു പക്ഷേ എന്നോ ഒരിക്കൽ ഇതെന്തായിരുന്നിരിക്കാം, ഒരു എപ്പിഡമിക് ആയിരുന്നിരിക്കാം. ഇപ്പോൾ നിലവിൽ കൃത്യമായ വാക്സിനേഷൻ ഉണ്ട് നമുക്ക്. അതുപോലെ ഇൻ കേസ് വന്നാൽ തന്നെ ഡിഫ്തീരിയയുടെ ആൻറ്റിടോക്സിൻ കൊടുത്ത് ചികിത്സ നടത്താം. അതുപോലെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിവലൻ്റ് ആയിരിക്കും ഒരു ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് കേസസ് റിപ്പോർട്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഏരിയയിൽ ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു സിനാറിയോയാണ് നമ്മൾ എൻഡമിക് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഡിഫ്തീരിയ എൻഡമിക് എന്താണെന്ന് വെച്ചാൽ എൻഡമിക് ആണ്. ഇപ്പോൾ നിലവിൽ എന്താണ്, എൻഡമിക് ആണ്. നോക്കാം, ദ റിപ്പോർട്ടഡ് ഇൻസിഡൻസ് ഓഫ് ദ ഡിസീസ് ഇൻ ദ കൺട്രി ഡ്യൂറിംഗ് 1987. ഞാൻ ജനിച്ച വർഷം കേട്ടോ, 1987. 1987 പ്രത്യേകത, ബിഫോർ വൈഡ് കവറേജ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലേ, ഇമ്മ്യൂണൈസേഷൻ്റെ വാക്സിനേഷൻ്റെ വൈഡ് കവറേജ് 1987 വരുന്നത്. അതിനു മുന്നേ എത്ര? ഏകദേശം 12,952 ആയിരുന്നു കേട്ടോ. എത്രയാണ്? 12,952. 987 എന്താ വൈഡ് കവറേജ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ വരുന്നതിന് മുന്നേ 12,952 ആയിരുന്നു. നോക്കാം, നമ്മുടെ പാർക്ക് ടെസ്റ്റിൽ പറയുന്നത് ഡ്യൂറിങ് 2017 വരെ പറയുന്നുണ്ട് കേട്ടോ. 18 കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. 17 5293 കേസാണ് എന്ത് റിപ്പോർട്ട് ചെയ്തില്ല ഇന്ത്യയിൽ. എത്ര? 5293. വളരെയധികം കുറഞ്ഞു അല്ലേ, കുറഞ്ഞു. ഇനി WHO കുറച്ച് കണക്കുകൾ നോക്കാം. അക്കോർഡിംഗ് ടു WHO, ഇന്ത്യ റിപ്പോർട്ടഡ് 2365 കേസസ് ആണ് 2015. അത് 2017 കൂടി കണ്ടോ. 2015 WHO കണക്ക് പ്രകാരം എത്ര? 2365 കേസേ ഉണ്ടായിരുന്നോളടാ. ഹവർ ഇൻ 2016, 17, 18 എത്ര നമ്പേഴ്സ് എത്രയായി? 3000 കടന്നു. 16 17 5000 കടന്നു. നോക്ക, 2018 8788 കേസുകൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യണം. പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആനുകാലിക പ്രാധാന്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നോക്കാം, 2018 ഡൽഹിയിൽ 50 കുട്ടികളാണ് ഡിഫ്തീരിയ വന്ന് മരിച്ചു പോയത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം ചോദിക്കാം കേട്ടോ. ഒന്ന്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. നമ്മുടെ കേരളം, ആരോഗ്യ ലോകം വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന ഒരു ഇഷ്യൂ ആണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് സംഗതി? നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സ്വയം ചികിത്സിക്കുന്ന ഒരു പ്രവണത പലരും കണ്ടുവരാറുണ്ട്. ഒരു ഓവർ ദ കൗണ്ടർ മെഡിക്കേഷനാണ് എന്ന് നമ്മുടെ പാരസെറ്റമോൾ അല്ല, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷനാണ്. നമുക്കറിയാം, നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിക്കേഷനാണ്, OTC മെഡിക്കേഷൻസ് ആണ്. അപ്പോൾ അത് വാങ്ങി കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥിരം ഒരു ശീലമാക്കാൻ പാടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലിയർക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടല്ലോ, കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന ആൻറ്റിബയോട്ടിക് അല്ലേ കൊടുത്തത്, അപ്പം ഇത് കൊടുത്തളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജലദോഷമോ തുമ്മലോ മൂക്കൊലിപ്പോ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻറ്റിബയോട്ടിക് വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് മാത്രമല്ല മാനവരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് മനസ്സിലാക്കുക. എന്താണ് എൻ്റെ കാരണം എന്നറിയാമോ? ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന സംഗതി ഉണ്ട് മക്കളെ. വേറൊന്നുമല്ല, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ട് ഉപയോഗം എന്ന് പറയാൻ പറ്റത്തില്ല, നിയന്ത്രണരഹിത ഉപയോഗം അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഉപയോഗം. എന്തുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക് പനി കഴിഞ്ഞാലും നിർത്താൻ പാടില്ല എന്ന് പറയുന്നത്? 5 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്നുണ്ടെങ്കിൽ 5 ദിവസത്തെ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം മക്കളെ, ഇല്ലെങ്കിൽ കുഴപ്പമുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഈ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശേഷി അക്വയർ ചെയ്യും. അങ്ങനെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കിപ്പോൾ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകളൊന്നും മതിയാകാതെ വരും. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരുപാട് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടി വരുന്നത്. ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം വളരെ രൂക്ഷമാകും. നമ്മൾ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ആൻറ്റിബയോട്ടിക്കിനെ പ്രയോജനപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒന്നാമത്തെ പ്രോബ്ലം ഈ റൈസിന്. 2 COVID-19 ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മക്കളെ. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, ഈ COVID-19 നമുക്ക് പടർന്നു പിടിക്കാൻ തുടങ്ങിയ സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും പല സ്ഥലങ്ങളിലെയും വാക്സിനേഷൻ സ്ട്രാറ്റജി എല്ലാം അത് ബാധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് വാക്സിനേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഈ വാക്സിനേഷൻ നടക്കാതിരിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രശ്നം കുറച്ച് തലപൊക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വാക്സിൻ ഹെസിറ്റൻസി, അത് പല കാരണങ്ങളുണ്ട്. വാക്സിനെ പേടിയുള്ള ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുത്തിവയ്പ്പ് പേടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയൊക്കെ ഈ വാക്സിൻ പ്രകൃതി ചികിത്സകരുണ്ട്. ഞാൻ പ്രകൃതി ചികിത്സകരെ എല്ലാം അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെല്ലാം മോശമാണെന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഈ പ്രകൃതി ചികിത്സകരെന്ന് നടിക്കുന്ന കുറച്ച് ആൾക്കാർ വാക്സിൻ ഭയങ്കര ദോഷമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എന്ന് പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞു പരത്തും. നമ്മൾ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ കേൾക്കും. വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കൂടുതൽ ഇഷ്ടമാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഇല്ലേടാ, അമേരിക്കയിൽ വാക്സിനേഷൻ മൂലം ഉണ്ടാകുന്ന ഡെത്തുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കോടതി ഉണ്ട് എന്നൊക്കെ പറയും. ശരിയാണ്, സംഭവം ശരിയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ വാക്സിൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല. എന്തായാലും വാക്സിൻ ഹെസിറ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾക്ക് വാക്സിനേഷൻ വേണ്ട, എൻ്റെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ വേണ്ട, എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും വാക്സിനേഷൻ വേണ്ട, നിങ്ങൾ വയ്ക്കോ എന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോട് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതും എന്തിന് കാരണമാകുന്നുണ്ട് മക്കളെ? ഈ പറഞ്ഞ റൈസിന് കാരണമാകുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ എണ്ണത്തിലുള്ള കൂടുതലിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താടാ AMR അല്ലേ, അതുപോലെ COVID-19 ഇമ്പാക്റ്റ്, അതുപോലെ വാക്സിൻ ഹെസിറ്റൻസി. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഈ 3 കാര്യങ്ങൾ മൂലമാണ് ഇത്തരത്തിൽ നമ്മുടെ ഡിഫ്തീരിയയുടെ കേസിൽ വർധനവുണ്ടാകുന്നത്. അപ്പോൾ പാൻഡമിക് എന്താണെന്ന് മനസ്സിലായി, എൻഡമിക് എന്താണെന്ന് മനസ്സിലായി, അല്ലേ? എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. എപ്പിഡമിക് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ ഈ 2018 കണക്കൊന്ന് ഓർത്ത് വയ്ക്കണം. ഏറ്റവും റീസെൻ്റ് കണക്ക് മാക്സിമം നോക്കി നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് തരാം, കുഴപ്പമില്ല. ഇപ്പോൾ 2018 വരെയുള്ള കണക്കാണ് ഇപ്പോൾ WHO കണക്ക് കിട്ടിയിരിക്കുന്നത്. 8788 ഏറ്റവും റീസെൻ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കണക്ക്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെയാണോ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഈ 3 കാരണങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. AMR, COVID-19 ഇമ്പാക്റ്റ്, വാക്സിൻ ഹെസിറ്റൻസി. അതുപോലെ ഇതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ഏതാണ്? നമുക്ക് നേരത്തെ പറഞ്ഞു തരുന്നുണ്ട്. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് കോസറ്റീവ് ഓർഗാനിസം. അതിന് തന്നെ 4 സ്ട്രെയിൻസ് ഉണ്ട്. ആ സ്ട്രെയിൻ വൈസ് നമുക്ക് പഠിച്ചു പോകേണ്ട, അങ്ങനെയും ചോദിക്കത്തില്ല, പേടിക്കണ്ട നിങ്ങൾ. ഓക്കെ, ഇനി ഇതിൻ്റെ മോർഫോളജി നോക്കാം. എന്താ മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതിന് നെക്സ്റ്റ് ലെവലിലെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ദിസ് ഈസ് എ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. കഴിഞ്ഞ പരീക്ഷയിൽ ഇതിന് മുന്നേ ഉള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റിനുണ്ട്, താഴെ തന്നിരിക്കുന്നതിൽ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഏവാന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ. അതിൻ്റെ അവസാനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്. ശരിക്കും പറഞ്ഞാൽ അത് സ്റ്റെയിനിങ് ടെക്നിക്സിൽ വരുന്ന ടോപ്പിക്കാണ്. എന്നാൽ കൂടിയും നമ്മുടെ ഈ ഓർഗാനിസത്തിന് എല്ലാം പഠിക്കുമ്പോഴത്തേക്ക് അത് ഗ്രാം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് പഠിച്ചാൽ തന്നെ ആ ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ നമ്മൾ തയ്യാറായി, അല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആണ്. എന്താണ് ഗ്രാം? ദിസ് ഇസ് എ സ്റ്റെയിനിങ് ടെക്നിക്, അല്ലേ? അതായത് ബാക്ടീരിയയുടെ സെൽ മെമ്പറൈൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് നടത്തുന്ന ഒരു പരീക്ഷണമാണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നേത്രങ്ങൾക്ക് നമ്മുടെ ബാക്ടീരിയ വിസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെയിൻ കൊടുക്കണം, അല്ലേ? ഈ കണ്ടോ, ഇതിൻ്റെ സ്റ്റെയിൻ കണ്ടോ? നമ്മൾ ആക്ച്വലി ആ കൾച്ചർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം, സ്ലൈഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം സ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഇവിടെ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിൽ പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കുന്ന ബാക്ടീരിയയാണ് ആര് പറ? കോർണി ബാക്ടീരിയ, അല്ലേ? കോർണി ബാക്ടീരിയൻ ഡിഫ്തീരിയയെ. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ജനറലി എയറോബിക് ആൻഡ് ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് ഓർഗാനിസം. സാധാരണ ഒന്നിൽ എയറോബിക് അല്ലെങ്കിൽ ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് ഓർഗാനിസം ആണ്. എന്താ ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് ഓർഗാനിസം? ഓപ്ഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓർഗാനിസത്തിന് 2 തരത്തിലും എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എയറോബിക് കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ പറ്റും, അനൈറോബിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് എന്ന് പറയുന്നത്. എന്താണ് ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് എന്ന് പറയുന്നത് കേട്ടോ? അപ്പോൾ ബാക്ടീരിയയുടെ സ്ട്രക്ചറിലേക്കോ അതിൻ്റെ മെറ്റബോളിസത്തിലേക്കോ അതിൻ്റെ ഫംഗ്ഷൻസിലേക്കോ ഒന്നും പോകണ്ട. അതായത് അനൈറോബിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്താണ്? ഓക്സിജന്റെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയയാണ് അനൈറോബിക് ഓർഗാനിസം. ഓക്കെ, എന്താ എയറോബിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ സഹായത്തോടു കൂടി ഓക്സിജന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വളരത്തുള്ളൂ. അതാണ് എയറോബിക് ഓർഗാനിസം. അപ്പോൾ എന്താണ് ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? എന്താടാ?
എന്താണ് പറ? ഫാക്കൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷണലാണ്. എന്താ ഓപ്ഷണൽ? ഓർഗാനിസത്തിന് എയറോബിക് കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ പറ്റും, അൺഎയറോബിക് കണ്ടീഷനിലും സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതുപോലെ നോൺ മോട്ടൈലാണ്, മോട്ടിലിറ്റിക്ക് വേണ്ടിയുള്ള പ്രത്യേക സാധനങ്ങളൊന്നുമില്ല. നോൺ സ്പോറിങ് ആണ്. എന്താ സ്പോർ എന്ന് പറഞ്ഞാൽ? സ്പോർ ബാക്ടീരിയ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷെല്ലിനകത്തേക്ക് പോകും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതലൊന്നും ഇപ്പോൾ പഠിക്കേണ്ട. എന്താണ് അത്തരത്തിലുള്ള ബാക്ടീരിയ പ്രവർത്തനത്തെ നമ്മൾ സ്പോർ ഫോമിംഗ് എന്ന് പറയാം. സ്പോർ ആവുക, ഒരു സ്പോർ, ഒരു പൊടി പടലം പോലെ ബാക്ടീരിയ പിന്നെ അങ്ങ് ജീവിക്കും ഈ പറഞ്ഞ ചുറ്റുപാടിൽ. ചൂട് കൂടിയാലും കുഴപ്പമില്ല, വെള്ളമില്ലെങ്കിലും കുഴപ്പമില്ല, എയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായ? അങ്ങനെ സ്പോർ ആയിട്ട് മാറും. ഇഷ്ടംപോലെ സ്പോർ ഫോമിംഗ് ഓർഗാനിസംസ് ഉണ്ട്. ആന്ത്രാക്സിന്റെ ബാക്ടീരിയ സ്പോർ ഫോമിംഗ് ഓർഗാനിസം ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. എന്താണ് നോൺ സ്പോർ ഫോമിംഗ് ആണ്, സ്പോർ ഫോമിംഗ് അല്ല ഇത്. ഓക്കെ. അതുപോലെ പ്രൊഡ്യൂസസ് എക്സോടോക്സിൻ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ് എക്സോടോക്സിൻ? ടോക്സിൻ ഒരു ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ടോക്സിക് വിഷാംശമുള്ള മെറ്റീരിയൽ ആണ്. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. എക്സോടോക്സിൻ. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, പുറത്ത്. അപ്പോൾ എക്സോ എന്ന് പറയുമ്പോൾ എൻഡോ വേണ്ടേടാ? വേണ്ടേ? എൻഡോടോക്സിക് വേണോ അല്ലേ. എൻഡോടോക്സിക്കും വേണം. അപ്പോൾ എന്താണ് എക്സോടോക്സിക്, എന്താണ് എൻഡോടോക്സിക് എന്ന് നോക്കാം. എൻഡോടോക്സിക് എന്താണ്? ദേ ആർ ലൈപ്പോപോളിസാക്കറൈഡ്സ്. നിങ്ങളിപ്പോൾ അത് കൂടുതൽ പഠിച്ചു വെക്കേണ്ട. എന്തായാലും ലൈപ്പോപോളിസാക്കറൈഡ്സ് ആണ് എൻഡോടോക്സിക് മെറ്റീരിയൽസ്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ബാക്ടീരിയയുടെ സെൽ മെമ്പറൈനിലാണ് കാണപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് പോയിന്റ് വരുന്നത്. അതായത് ഇത് എപ്പോഴാണ് നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നത് അറിയാമോ? ഈ ബാക്ടീരിയ ലൈസിസ് ചെയ്ത് പോകുമ്പോഴത്തേക്കാണ്. മനസ്സിലായ പറഞ്ഞത്? മനസ്സിലായ? ആ ബാക്ടീരിയ ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് ഈ എൻഡോടോക്സിക് നമുക്ക് ടോക്സിക് ആയിട്ട് മാറും. അതേസമയം ഇവിടെയാണെങ്കിലോ എക്സോടോക്സിക് അത് അവിടെ ഇരിക്കും. ഇതെന്താണ്? എക്സോടോക്സിക്സ് ആർ പ്രോട്ടീൻ ഇൻ നേച്ചർ. ആ ടോക്സിൻസ് എന്താണ്? പ്രോട്ടീൻ നേച്ചറാണ്. ബാക്ടീരിയ അവിടെ ഇരിക്കും, അത് സർവൈവ് ചെയ്യും, അത് ഈ ടോക്സിനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കും. മനസ്സിലായ പറഞ്ഞത്? മനസ്സിലായ? ഈ ടോക്സിൻ പുറത്തു വരാൻ ബാക്ടീരിയ നശിക്കണമെന്ന് നിർബന്ധമില്ല. പ്രധാനമായിട്ടും എൻഡോടോക്സിക് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എക്സോടോക്സിൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓർഗാനിസംസ് വിടാറുണ്ട് കേട്ടോ. നോക്കാം. അപ്പോൾ എന്താണ്? എക്സോടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ആര്? നമ്മുടെ കൊർണി ബാക്ടീരിയം ഡിഫ്തീരിയ അല്ലേ. ഓക്കെയാണ് പറഞ്ഞാൽ മറന്നു പോകത്തില്ലോ ഇനി. അപ്പോൾ ഈ പറഞ്ഞ എക്സോടോക്സിൻ ആണ് നമ്മുടെ ഇൻഫ്ലമേഷൻ എല്ലാം കാരണമാകുന്നത്. ഇൻഫ്ലമേഷൻ മാത്രമല്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മയോകാർഡൈറ്റിസ് ഉണ്ടാക്കും, ഹാർട്ടിൻ്റെ മസിൽസിനെ അത് അഫക്റ്റ് ചെയ്യും, ലിവറിനെ അഫക്റ്റ് ചെയ്യും, കിഡ്നിയെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ടോക്സിൻ ഉണ്ടാക്കും മക്കളെ. അതുപോലെ നമ്മുടെ കൊർണി ബാക്ടീരിയം ഡിഫ്തീരിയ സൈസ് നോക്കാടാ. 3x3 മൈക്രോമീറ്റർ ആണ് സൈസ് വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളാം. എത്രയാണ്? 3x3 3x3 മൈക്രോമീറ്റർ അല്ലേ. എത്രയാണ് വരുന്നത് കേട്ടോ സൈസ്. അതിന്റെ നീളവും വീതിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ആണ്. അതുപോലെ ജനറലി എയറോബിക് ആൻഡ് ഫാക്കൾട്ടേറ്റീവ് അനഎയറോബിക് ഓർഗാനിസം ആണ്. അതുപോലെ നോൺ മോട്ടൈലാണ്, നോൺ സ്പോർ ഫോമിംഗ് ആണ്. അതുപോലെ എക്സോടോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ എക്സോടോക്സിൻ ആണ് ഇൻഫ്ലമേഷന് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ കാരണമായിട്ട് വരുന്നെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കുക കേട്ടോടാ. നോക്കാം. ദീസ് ബാസിലെ എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അറേഞ്ച്മെന്റ് ഇൻ സ്മിയർ പ്രിപ്പറേഷൻസ്. നമ്മൾ സ്മിയർ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും യൂണിഫോം റൈറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. യൂണിഫോം റൈറ്റിംഗ് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ ഉള്ള റൈറ്റിംഗ് ആണ് യൂണിഫോം റൈറ്റിംഗ്. യൂണിഫോം റൈറ്റിംഗ് പോലെ വി അല്ലെങ്കിൽ എബിൾ അപ്പിയറൻസിൽ കാണപ്പെടും എന്ത്? നമ്മുടെ ഈ പറഞ്ഞ ബാക്ടീരിയ കേട്ടോ. അതാ കണ്ടില്ലേ നിങ്ങൾ? എന്താണ്? ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് അറേഞ്ച്മെന്റ് കാണിക്കുന്നുണ്ട്. എവിടെ? സ്മിയർ ചെയ്യുമ്പോഴത്തേക്കും അഡ്ജസന്റ് ബാക്ടീരിയ ലൈ അറ്റ് ദ various angles to each other giving V or L appearances which collectively resembles arrangement of Chinese letters or cuneiform writing. കണ്ടോ? ഇതാണ് ഇത്തരത്തിൽ ഒരു ക്യൂണിഫോം പാറ്റേൺ അവർ കാണിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഈ പറഞ്ഞ ബാക്ടീരിയ. ഓക്കെ ആണ്. ഇനി നമുക്കിൻ്റെ റൂട്ട് ഓഫ് എൻട്രി നോക്കാം. റൂട്ട് ഓഫ് എൻട്രി എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമുക്കറിയാം തൊണ്ടമുള്ളാണ് സംഭവം അല്ലേ. അത് എവിടെയാണ് ബാധിക്കുന്നത്? പ്രധാനമായിട്ട് എവിടെയാണ് ബാധിക്കുന്നത്? നേസൽ, മൂക്കിൽ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. അതുപോലെ നമ്മുടെ ഫാരിങ്സിൻ്റെ ലാരിങ്സിനെ ആ ഭാഗത്ത് ഫാരിങ്സ് തന്നെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. അതുപോലെ ലാരിഞ്ചിയോ ട്രക്കിയൽ, ലാരിങ്സിൽ നിന്നും താഴോട്ട് ട്രക്കിയയിലേക്കും ബാധിക്കുന്ന പ്രശ്നമുണ്ട്. മനസ്സിലായ? അപ്പോൾ പ്രധാനമായിട്ടും പ്രൈമറിലി ഇത് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഡിസീസ് ഈസ് സ്പ്രെഡ് ബൈ ഡ്രോപ്ലെറ്റ്സ്. മനസ്സിലായോ? ഡ്രോപ്ലെറ്റ് എന്താണ്? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ് വരുന്നത്. എന്താ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇവൻ എന്തുണ്ട്? ഇവന് ഒരാൾക്ക് ഇതുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, ഇവൻ ചുമയ്ക്കുമ്പോഴത്തേക്കും ഡ്രോപ്ലെറ്റുകൾ എയറോസോളായിട്ട് എന്ത് ചെയ്യും? ചുറ്റാകെ വ്യാപിക്കും.
നമ്മൾ കോവിഡ് വന്ന സമയത്ത് എന്തിനാണ് നമ്മൾ മാസ്ക് ധരിച്ചത്? ഇത്തരത്തിലുള്ള എയ്റോസോൾ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആദ്യം നമുക്ക് മാസ്ക് വരുന്നതിന് മുന്നേ ഇങ്ങനെ തുമ്മാൻ പറഞ്ഞു, അല്ലെ ഇങ്ങനെ ചുമയ്ക്കാൻ പറഞ്ഞു, എന്റെടാ ഇല്ലേ. അതെന്താണ്? എയ്റോസോള് പുറത്തേക്ക് വായുവിലേക്ക് പടരുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് മക്കളെ. അപ്പോൾ നോക്കാം, ശ്രദ്ധിക്കാം. ഡ്രോപ്പ്ലെറ്റ് കണ്ടാമിനേഷൻ ആണ് പ്രധാനം. അതുപോലെ കണ്ടാമിനേറ്റഡ് വെസൽസ് ഷെയർഡ് ബൈ ചിൽഡ്രൻ. അതായത് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്തുണ്ട്, ഡിഫ്തീരിയ ഉണ്ടെന്ന് വെച്ചോളൂ. ഡിഫ്തീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുമ്പോഴത്തേക്കും അവൻ്റെ വായിൽ നിന്നുള്ള സ്രവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കാം? ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാം. അതായത് റൂട്ട് ഓഫ് എൻട്രി, മറ്റൊരു ശരീരത്തിലേക്ക്, ഹെൽത്തിയായ ശരീരത്തിലേക്ക് ഡിഫ്തീരിയക്ക് എൻട്രി കിട്ടും അല്ലേ. ഇനി നോക്കാം, ബൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ എന്താണ്? ശ്രദ്ധിക്കണം മക്കളെ. സ്കിന്നിനെ, ഇൻടാക്റ്റ് ആയിട്ടുള്ള സ്കിന്നിനെ പെനട്രേറ്റ് ചെയ്ത് കയറിപ്പോകാനുള്ള ശേഷിയൊന്നും നമ്മുടെ ഈ ബാക്ടീരിയക്ക് ഇല്ല. അപ്പോൾ നോക്കാം, സ്കിന്നിലാണെങ്കിൽ ഇനോക്കുലേഷൻ ഇൻ സ്കിൻ അല്ലേ. ഒന്നുകിൽ നമ്മൾ ഈ പറഞ്ഞ ഇനോക്കുലേഷൻ കുത്തിവയ്ക്കലാണ്, കുത്തിവയ്ക്കുക, അല്ലെങ്കിൽ അബ്രേഷൻസ് ഉണ്ടാവുക. അബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരു വരവ്, ഒരു മുറിവ് അല്ലേ. നമ്മുടെ സ്കിന്നിന്റെ ഇൻടാക്ട്നെസ് നഷ്ടപ്പെടുക എന്നുള്ള അബ്രേഷൻ. അല്ലെങ്കിൽ ഐസ്, കണ്ണുകൾ അല്ലേ. കണ്ണുകൾ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. സ്കിന്ന് പോലെ കട്ടിയൊന്നുമില്ലാത്ത ഇൻടാക്റ്റ് അല്ലാത്ത ഭാഗമാണ്. ഇതുവഴിയേക്കാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. ഓക്കെയാണ്, മനസ്സിലായി പറഞ്ഞത്? മനസ്സിലായോ? പ്രധാനമായിട്ടും പ്രൈമറി റൂട്ട് ഓഫ് എൻട്രി എന്ന് ചോദിച്ചാൽ ഡ്രോപ്പ്ലെറ്റ് ആണ് മക്കളെ. ഡ്രോപ്പ്ലെറ്റ് ആണ്. ഇൻഹലേഷൻ ഓഫ് ഡ്രോപ്പ്ലെറ്റ്സ്, കണ്ടാമിനേറ്റഡ് ആയ ഡ്രോപ്പ്ലെറ്റ്സ് ആണ് ഇൻഫെക്ഷൻ കേട്ടോ. ഡ്രോപ്പ്ലെറ്റ് അല്ലെങ്കിൽ എയ്റോസോൾ ആണ്. എയ്റോസോൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. എയ്റോസോൾ, അയാൾ തുമ്മുമ്പോഴത്തേക്കും ഒരുപാട് ജലകണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകത്തില്ലേ? ഇല്ലടാ, അതിനകത്ത് ഉമിനീരുണ്ടായിരിക്കും, അതുപോലെ ശ്ലേഷ്മം ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഡ്രോപ്പ്ലെറ്റ് ആയിട്ട് എയ്റോസോൾ ആയിട്ട് ഇങ്ങനെ പടർന്ന് പിടിക്കും. മനസ്സിലായോ? പ്രൈമറി ആയിട്ടുള്ള റൂട്ട് ഓഫ് എൻട്രി ഏതാണ്? ഡ്രോപ്പ്ലെറ്റ് ഡ്രോപ്പ്ലെറ്റ് ആണല്ലേ. ഡ്രോപ്പ്ലെറ്റ്സ് അല്ലെങ്കിൽ എയ്റോസോൾ ആണ്. പിന്നെ കണ്ടാമിനേറ്റഡ് വെസൽസ് ബൈ ഷെയർഡ് ബൈ ചിൽഡ്രൻ. അതുപോലെ ഐദർ ഡയറക്റ്റ് ഇനോക്കുലേഷൻ ഓർ അബ്രേഷൻ ഓൺ ദ സ്കിന്ന്, അല്ലെങ്കിൽ ഐസ്, കണ്ണ് വഴിയൊക്കെ ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇനി ഇൻക്യുബേഷൻ പീരീഡ് നോക്കാം. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? ഇൻക്യുബേഷൻ പീരീഡ്? മുട്ട വീഴാൻ എടുക്കുന്ന ദിവസം അല്ലേ. നമ്മൾ മുട്ടയുടെ ഇൻക്യുബേഷൻ പീരീഡ് പറയും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ശരീരത്തിൽ കയറിയതിന് ശേഷം സിംറ്റംസ് കാണിക്കുന്നതിന് മുൻപേ എത്ര ദിവസം എടുക്കും? അതാണ്. ഇന്ന് എനിക്ക് ഇൻഫെക്ഷൻ കിട്ടി, ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് ഓടിച്ചാടി നടന്നു, കുഴപ്പമില്ല. നാളെ കഴിഞ്ഞ് മറ്റന്ന് എനിക്ക് അസുഖം വന്നു, അപ്പോൾ എനിക്ക് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്ര? 2 ദിവസം അല്ലേ. 2 ദിവസം. അതേസമയം ഒരു 7 ദിവസം കഴിഞ്ഞ് എനിക്ക് വന്നത്, അപ്പോഴത്തേക്ക് 7 ദിവസമാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ ഇതൊരു കൃത്യമായ ഒരു ദിവസമല്ല. യൂഷ്വലി 2 മുതൽ 6 ദിവസമാണ്. 2 മുതൽ 5 ദിവസം എന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? 2 മുതൽ 5 ദിവസങ്ങൾ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി നോക്കാം, റേഞ്ച് എത്ര? 1 മുതൽ 10 ദിവസമാണ്. ഇത് ഇങ്ങനെ റേഞ്ച് പറഞ്ഞേക്കുന്നത്, പാർക്ക് ടെസ്റ്റ് പറഞ്ഞ റേഞ്ച് 1 മുതൽ 10 ദിവസമാണ്. മനസ്സിലായ? ഏറ്റവും റീസെൻ്റ് ആയ സ്റ്റഡി പ്രകാരമാണ് ഈ റേഞ്ച് പറഞ്ഞേക്കുന്നത്. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 2-6 എഴുതുക. 2-6 ഇല്ല, 2-5 ഉള്ളെങ്കിൽ അത് തന്നെ എഴുതുക. എന്തായാലും വിവരമുള്ളവരാണെന്നുണ്ടെങ്കിൽ 2-6ഉം 2-5 കൂടെ എന്തിനകത്ത് എടുത്തില്ല? ഓപ്ഷനിൽ എടുത്തില്ല, പേടിക്കണ്ട കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? 2-6 ഉള്ളെങ്കിൽ 2-6 എടുക്കുക, 2-5 ഉള്ളെങ്കിൽ 2-5 എടുക്കുക. ചുമ്മാ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആട്ടോ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇത് ഓർത്ത് വെച്ചാൽ കേട്ടോ, ഇത് ചോദിക്കും പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് ചുമ്മാ ഇപ്പോൾ തന്നെ പഠിച്ചു പോണേ മക്കളെ. 2 മുതൽ 6 ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി പാത്തോജെനിസിസ് ആൻഡ് പാത്തോളജി നോക്കാടാ. ദ ഓർഗാനിസം എൻ്റർ ത്രൂ ദ റെസ്പിറേറ്ററി പാസേജസ് ഐസ്, മിഡിൽ ഇയർ, ജെനിറ്റേലിയ ആൻഡ് സ്കിൻ. ജെനിറ്റേലിയ നേരത്തെ പറഞ്ഞില്ലല്ലേ? മിഡിൽ ഇയർ വഴി വേണമെങ്കിൽ കയറാം, അതുപോലെ ജെനിറ്റേലിയ വഴി കയറാം. കാരണം വൾവയും സംടൈംസ് അഫക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, എന്താണ് പറഞ്ഞത്? ഓർഗാനിസംസ് എൻ്റർ ത്രൂ ഏത് വഴി? റെസ്പിറേറ്ററി പാസേജ് വഴി കയറാം, ഐസ് വഴി കയറാം, മിഡിൽ ഇയർ വഴി കയറാം, ജെനിറ്റേലിയ വഴി കയറാം, സ്കിൻ വഴി കയറാം. ഇൻക്യുബേഷൻ പീരീഡ് അത് കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 2 മുതൽ 6 ദിവസം ഉറങ്ങിക്കിടക്കും അല്ലേ. അത്രയും സമയം അവനെടുക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്? അവൻ എവിടെയെങ്കിലും അങ്ങോട്ട് അറ്റാച്ച് ആയിട്ട് ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. വളരുമ്പോഴത്തേക്കും എക്സോടോക്സിൻ എന്താണ്? പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ടോക്സിനാണ്. അങ്ങനെ ഉണ്ടാകും. എക്സോടോക്സിൻ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഇതിനു മുന്നേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റെസ്പിറേറ്ററി പാസേജിലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാം മക്കളെ? ഈ പറഞ്ഞ ലെതറി അപ്പിയറൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ അങ്ങോട്ട് വീങ്ങും. മനസ്സിലായ? ആ ഭാഗം അങ്ങോട്ട് വീങ്ങി വീർക്കും. ആ വീങ്ങി വീർക്കുകയും ചിലപ്പോൾ ഈ സാധനം കയറി അടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ
പെട്ടെന്ന് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? ആപ്നിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യം ഡിസ്നിയിലേക്ക് പോകും. ഡിസ്നി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ എന്താണ് ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലേ, അതാണ് ശ്വാസ തടസ്സത്തിലേക്ക് പോകും. അങ്ങനെ ശ്വാസ തടസ്സത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രോണിക് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ആൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബ്രോങ്കസിലൊക്കെയാണ് ഈ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായി പറഞ്ഞത്? ബ്രോങ്കസിലാണെന്നുണ്ടെങ്കിൽ there is only one way, right അല്ലേ? ആൾ തട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് മക്കളെ. അതിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ അതല്ലാതെ ഈ ടോക്സിൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നം നോക്കാം. അപ്പോൾ ടോക്സിൻ ഉൽപ്പാദിപ്പിച്ച് ആദ്യം എന്താ സംഭവിക്കുന്നത്? എക്സോടോക്സിൻ കോസസ് ടിഷ്യൂ നെക്രോസിസ് അല്ലെ, ടിഷ്യൂസിനെ നശിപ്പിക്കാൻ തുടങ്ങും. വിച്ച് ഫേവേഴ്സ് ഫർദർ ഗ്രോത്ത് ഓഫ് ദ ഓർഗാനിസം ആൻഡ് ടോക്സിൻ പ്രൊഡക്ഷൻ. അതിനനുസരിച്ച് പിന്നെ എന്ത് ചെയ്യും? ഓർഗാനിസം വളർന്ന് അവിടെ ഒരു ലെതറി അപ്പിയറൻസ് ആയിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് പടരും അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെയും ഫർദർ ടോക്സിൻ ഉണ്ടാകും. ടോക്സിൻ എഫക്ട്സ് ഇൻക്ലൂഡ് നെക്രോസ് ഓഫ് ഹേർട്ട് മസിൽസ്, അതായത് നമ്മുടെ പറഞ്ഞ ലോക്കൽ ഏരിയ നെക്രോസിസ് മാത്രമല്ല ഉണ്ടാകുന്നത്, അവിടുത്തെ ഇൻഫ്ലമേഷൻ മാത്രമല്ല ഉണ്ടാകുന്നത്, പിന്നെ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? എന്തൊക്കെ നോക്ക്. അത് ബ്ലഡിൽ കടന്നു കഴിഞ്ഞാൽ ഹാർട്ട് മസിൽസിൽ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ ലിവറിൽ പ്രശ്നങ്ങളുണ്ടാക്കും അല്ലേ, കിഡ്നിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ നെർവ് ഡാമേജ് ഉണ്ടാക്കാം. എന്തൊക്കെയാണ് അത്? പരാലിസിസ് ഓഫ് സോഫ്റ്റ് പാലറ്റ്, ഐ മസിൽസ്, എക്സ്ട്രിമിറ്റീസിൻ്റെ എല്ലാം പരാലിസിന് കാരണമാകുന്ന തരത്തിൽ നെർവിലും ഡാമേജസ് ഉണ്ടാക്കാം. നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാലടാ, നമുക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സാധനമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലേ. അപ്പോൾ നമ്മൾ ത്രോട്ടിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഡിഫ്തീരിയ ബാക്ടീരിയ കയറി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സോഫ്റ്റ് പാലറ്റ്, എന്താണ് നമ്മുടെ അനാട്ടമി പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വായ തുറന്നാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ സോഫ്റ്റ് പാലറ്റ്. അപ്പോൾ ഈ സോഫ്റ്റ് പാലറ്റിൻ്റെ പരാലിസിസ് അല്ലേ അതുണ്ടാക്കാം. സോഫ്റ്റ് പാലറ്റിന് സപ്ലൈ ചെയ്യുന്ന നെർവിൽ പ്രശ്നം ഉണ്ടായാൽ മതി. അതുപോലെ ഐ മസിൽസിൽ പ്രശ്നം ഉണ്ടായാലല്ലേ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. എക്സ്ട്രിമിറ്റീസിൽ ഒക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് നമ്മുടെ നെർവ് ഡാമേജസ് ഇവിടെ എല്ലാം പരാലിസിസിലേക്ക് നയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാത്തോജെനിസിസ് ആൻഡ് പാത്തോളജി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞിട്ടേ പോയിട്ടേ ഉള്ളൂ. ഇതാണ് ചോദ്യം, പരീക്ഷയ്ക്ക് വരുന്ന ഇതാണടാ. അപ്പോൾ നമുക്ക് പരീക്ഷയിൽ കവർ ചെയ്യേണ്ട എല്ലാ ഭാഗവും കവർ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ നോക്കാം. ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, 2 മുതൽ 6 ദിവസം അല്ലേ, ഇല്ലടാ 2 മുതൽ 6 ദിവസം. വെൻ ദ ഡിഫ്തീരിയ അഫക്ട്സ് ദ ത്രോട്ട് ആൻഡ് ദ ടോൺസിൽസ്, ത്രോട്ടിനെയും ടോൺസിൽസിനെ അഫക്ട് ചെയ്യുന്ന സമയത്ത് ഏർലി സിംറ്റംസ് എന്താണെന്ന് നോക്കാം. ത്രോട്ടിനും ടോൺസിൽസിലും ഇവിടെ ഡിഫ്തീരിയ വന്ന് ഇവിടെ ലെതറി അപ്പിയറൻസ് ഒക്കെ വന്നാൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? സോർ ത്രോട്ട് ഉണ്ടാകലെ, തൊണ്ടവേദന നമുക്കറിയാം, സാറിങ്ങനെ അധികം പറയണ്ടല്ലേ. ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, വിശപ്പില്ലായ്മ ഉണ്ടാകാം. അതുപോലെ ചെറിയ പനിയും ഉണ്ടാകാം. തൊണ്ടവേദന, വിശപ്പില്ലായ്മ, ചെറിയ പനി. Within 2 to 3 days, bluish white or grey membrane forms in the throat and the tonsils. 2 മുതൽ 3 ദിവസം ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇത്തരത്തിൽ പാടയല്ല, ഒരു തുകല് പോലെ ഒരു സാധനം നമ്മുടെ ടോൺസിൽസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? വായ തുറന്ന് ഞാൻ പൊളിച്ച് നോക്കിയാൽ അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ടോൺസിൽസിലും ആ ഭാഗത്തും എല്ലാം എന്താണ് ഇത്തരത്തിലുള്ള മെമ്പറൈൻ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ക്ലാസിക്കൽ സിംറ്റം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡിഫ്തീരിയ ത്രോട്ടിലും ടോൺസിൽസിലും അവയ്ക്കുന്ന ഡിഫ്തീരിയ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് തൊണ്ടവേദന ഉണ്ടാകും. അത് കഴിഞ്ഞ് വിശപ്പില്ലായ്മയും ചെറിയ പനിയും ഉണ്ടായിരിക്കും. നമ്മൾ മൈൻഡ് ആക്കത്തില്ല. തൊണ്ടവേദനയും പനിയും വിശപ്പില്ലായ്മയൊക്കെ സാധാരണ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും, നമ്മൾ വിചാരിക്കും അല്ലേ. അങ്ങനെയല്ല, 2 മുതൽ 3 ദിവസം ആകുമ്പോഴത്തേക്കും ഒരു മെമ്പറൈൻ പോലെ നമ്മുടെ ത്രോട്ടിലും ടോൺസിൽസിലും കാണാൻ തുടങ്ങും. ദ മെമ്പറൈൻ വിത്ത് വെൽ ഡിഫൈൻഡ് എഡ്ജസ്. ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു മെമ്പറൈൻ കണ്ടാൽ അതിന് വെൽ ഡിഫൈൻഡ് എഡ്ജസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായ? വെൽ ഡിഫൈൻഡ് എഡ്ജസ് ഉണ്ടായിരിക്കും. അതിങ്ങനെ പരന്നിരിക്കുന്നതല്ല, അത് ഏത് വരെ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് വരച്ചിടാൻ പറ്റും. ആൻഡ് പിന്നെ നോക്കാം, സ്റ്റിക്സ് ടു ദ സോഫ്റ്റ് പാലറ്റ്. ആ സോഫ്റ്റ് പാലറ്റ് റീജിയനിലോട്ട് നീങ്ങി സ്റ്റിക്ക് ചെയ്തിരിക്കും. അതുപോലെ എന്താണ്, ആൻഡ് മേ ബ്ലീഡ്. നമ്മൾ തുടച്ച് കളയാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. കനോട്ട് ബി വൈപ്ഡ് എവേ. നമുക്ക് തുടച്ചൊന്നും എടുത്ത് കളയാൻ പറ്റത്തില്ല. നമുക്ക് സാധാരണ ഒരു എന്താണ് നമ്മുടെ വേറെ എന്തെങ്കിലും നമുക്ക് ഫംഗസിൻ്റെ ഒക്കെ ചെറിയ ഇൻഫെക്ഷനൊക്കെ വരികയാണെന്ന് തുടച്ച ചിലപ്പോൾ ഇങ്ങനെ ഇളവിളി വരുമല്ലേ. ഇതങ്ങനെയല്ല, നമ്മളങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മേ ബ്ലീഡ്, രക്തം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയ്ക്കും കട്ടിയുള്ള ലെതറി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിട്ടാണ് ഈ സാധനം ഇരിക്കുക. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ എൻലാർജ്മെന്റ് ഓഫ് ദ റീജിയണൽ ലിംഫ് നോഡ്സ് ഈസ് ആൾവേസ് പ്രസന്റ്. അതായത് എന്താണ് ലിംഫ് നോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലിംഫ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ അല്ലേ, കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. ലിംഫിനെ വഹിക്കുന്ന ഒരു ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് നമുക്കറിയാം. ലിംഫ് നോഡ്സ് അതിനെ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നാൽ ഇവിടെ ഉള്ള ലിംഫ് നോഡിന് വീക്കം ഉണ്ടാവും. മനസ്സിലായ?
അതുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തൊണ്ടയിൽ പ്രശ്നം വന്നാൽ ഇവിടെ ലിംബ് നോട്ട്സ് ഉണ്ട്, അതിന് വീക്കം ഉണ്ടാകും. മനസ്സിലായ? നമ്മളെ പതക്കളം നീരെന്നൊക്കെ പറയത്തില്ലേ, അവിടെ കാലിൻ്റെ ഈ ഭാഗത്ത് ആംഗിൾസിൽ വരുന്ന അവിടുത്തെ നീര്, പണ്ട് കാലത്ത് നിങ്ങളെ കാലിലൊക്കെ ചെരങ്ങൻ ചെറിയ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു മിക്കവാറും അവിടെ നമ്മുടെ ലിംബ് നോട്ട്സിന് വീക്കം ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് എൻലാർജ്മെന്റ് ഓഫ് ദ റീജിയണൽ ലിംഫ് നോട്ട്സ്? എന്താ അവിടുത്തെ റീജിയണൽ ലിംഫ് നോട്ട്സ് കഴുത്തിലുള്ള അല്ലേ സെർവൈക്കൽ ലിംഫ് നോട്ട്സിൽ എന്തുണ്ടാകും? വീക്കം ഉണ്ടാകും മക്കളെ. അതുപോലെ പേഷ്യൻസ് വിത്ത് സിവിയർ ഡിഫ്തീരിയ ഡു നോട്ട് ഡെവലപ്പ് എ ഹൈ ഫീവർ ബട്ട് മേ ഡെവലപ്പ് എ സ്വള്ളൻ നെക്ക് ആൻഡ് ഒബ്സ്ട്രക്റ്റഡ് എയർവേ. അതായത് സിവിയർ ഡിഫ്തീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പനിയൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ എന്ത് സംഭവിക്കും? സ്വള്ളൻ നെക്ക് ആൻഡ് ഒബ്സ്ട്രക്റ്റഡ് എയർവേ. അതായത് സ്വള്ളൻ നെക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ അല്ലേ. ഇവിടെ ഈ ലോക്കലൈസ്ഡ് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ കഴുത്തിങ്ങനെ വീങ്ങി വരും. അതോടൊപ്പം എയർവേ ഒബ്സ്ട്രക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് എയർവേ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ശ്വാസം പിടിക്കാൻ പറ്റൂല, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നോക്കാം. സ്കിൻ കൺജങ്ക്റ്റൈവ വൾവ ആർ ആൾസോ ഗെറ്റ് അഫക്റ്റഡ്. സ്കിന്നിന് ബാധിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ എടുത്ത് പറഞ്ഞാണ്. കൺജങ്ക്റ്റൈവ കണ്ണുകളിൽ ഉണ്ടാകുന്ന ഈ കൺജങ്ക്റ്റൈവ വെളുത്ത ഭാഗത്തിൽ അവിടെ ബാധിക്കാറുണ്ട്, വൾവയിൽ ബാധിക്കാറുണ്ട്. അതുപോലെ വൾവ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റലിയ ഫീമെയിലാണ്, ഇവിടെ എല്ലാം ഇത് ബാധിക്കാറുണ്ട്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പൊതുവായിട്ട് പറയുമ്പോഴത്തേക്കും ഇനി എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം മക്കളെ. എന്താണ് ഫാരിഞ്ചിയൽ ഡിഫ്തീരിയ നോക്കാം. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ ഫോം. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ഫാരിഞ്ചിയൽ ഡിഫ്തീരിയ ആണ്. നോക്കാം. ദ മെമ്പറിൻ ഈസ് പ്രസന്റ് ഓവർ ദ ടോൺസിൽസ് ആൻഡ് ദ ഫാരിങ്സ്. കണ്ടോ? ടോൺസിൽസിന്റെ ഫാരിങ്സിന്റെ ആ ഭാഗത്തായിട്ടാണ് മെമ്പറൈൻ കാണപ്പെടുന്നത്. മനസ്സിലാക്കുക. ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതെന്ന് വെച്ചാൽ ഫാരിഞ്ചിയൽ ഡിഫ്തീരിയ ആണ് മക്കളെ. അതുപോലെ ഗ്രോസ് സർവൈക്കൽ ലിംഫഡിനോപ്പതി. അതായത് ഞാൻ പറഞ്ഞു എന്താണ് സർവൈക്കൽ ലിംഫഡിനോപ്പതി. ഈ പറഞ്ഞ ലിംഫ് നോട്ട്സ് എല്ലാം എന്താണ് വീങ്ങും. ഇങ്ങനെയുള്ള ആ ഒരു സിംറ്റത്തിനെ നമ്മൾ എന്ന് വിളിക്കുന്നുണ്ട്? ബുൾ നെക്ക് എന്ന് വിളിക്കുന്നു. കണ്ടോ? അതാ ഇങ്ങനെ ബുൾ നെക്ക്. ഇവിടെ ഇങ്ങനെ എന്താണ് ബുൾ നെക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഒരു പശുവിൻ്റെ അല്ലേ കാള അല്ലേ, കാളയുടെ കഴുത്താടെ ഇവിടെ സാധാരണ പശുവിൻ്റെ കഴുത്ത് ലീനായിട്ട് സിലിണ്ടർ കഴുത്തായിരിക്കും. ബുള്ളാണെന്നുണ്ടെങ്കിൽ കഴുത്ത് നല്ല മസിൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മുടെ കൊച്ചിങ്ങനെ കഴുത്ത് പോലെ. അതേപോലെ ബുൾ നെക്ക് സിൻഡ്രോം ഉണ്ടാകും അല്ലേ, ബുൾ നെക്ക് ഉണ്ടായിരിക്കും കേട്ടോ, അങ്ങനെ കാണപ്പെടും. ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് കേട്ടോ. എന്താണ് ഗ്രോസ് സെർവൈക്കൽ ലിംഫഡിനോപ്പതി സംടൈംസ് ഒബ്സർവ്ഡ് ആസ് ബുൾ നെക്ക് ഈസ് seen in which case of diphtheria എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇനി which disease എന്ന് ചോദിക്കാം. which disease diphtheria ആണ്. അതുപോലെ which case pharyngeal diphtheriaയിലാണ് അത് കാണപ്പെടുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? എന്താണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് ചോദിക്കാം. എന്താണ് ഫാരിഞ്ചിയൽ ഡിഫ്തീരിയ ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിഫ്തീരിയ. അതുപോലെ ഗ്രോസ് സർവൈക്കൽ ലിംഫഡിനോപ്പതി അല്ലേ, അതും കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഈ പറഞ്ഞ ഫാരിഞ്ചിയൽ ഡിഫ്തീരിയയിലാണ് മക്കളെ. അതുപോലെ ലോക്കൽ എഫക്ട്സ് അല്ലെ, ലോക്കൽ എഫക്ട്സ് ഓഫ് ദ ടോക്സിൻ ലീഡ് ടു പരാലിസിസ് ഓഫ് ദ പാലറ്റ് ആൻഡ് ദ ഫാരിങ്സ്. അതായത് ഈ ടോക്സിൻ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ടോക്സിൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയും ബാധിക്കും. ലോക്കൽ എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ലോക്കലി ഉള്ള ലോക്കലി മാത്രമല്ല മൊത്തത്തിൽ വേണമെങ്കിൽ ബാധിക്കാം കേട്ടോ. അനുമുനൊക്കെ ആൾ തട്ടിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഭാഗത്ത് നമ്മുടെ തൊണ്ടയുടെ ആ ഭാഗത്ത് ഉള്ള നെർവ്സിനെ ഇത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ എന്തിൻ്റെയൊക്കെ സോഫ്റ്റ് പാലറ്റിൻ്റെ ഫാരിങ്സിൻ്റെയൊക്കെ പരാലിസിസിലേക്ക് നയിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ലോക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത് ഫാരിഞ്ചൽ ഡിഫ്തീരിയയുടെ. അപ്പോൾ ഫാരിഞ്ചൽ ഡിഫ്തീരിയ എന്താണെന്ന് മനസ്സിലാക്കി, അത് എവിടെയാണ് കാണപ്പെടുന്നത് നമുക്കറിയാം. കണ്ടോ? ഇതാണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷണം? എന്താണ്? ബുൾനെക്കാണ് അല്ലേ. അപ്പോൾ അതുപോലെ ദ മോസ്റ്റ് കോമൺ ഫോം എന്ന് പറയുന്നത് ഏതാണ്? ഫാരിഞ്ചൽ ഡിഫ്തീരിയ ആണ് മക്കളെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ലാരിഞ്ചോ ട്രാക്കിയൽ ഡിഫ്തീരിയ. ഇപ്പോൾ ലാരിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ വോയിസ് ബോക്സ് ആണ്. ഈ സാധനമാണ് ലാരിങ്സ് അല്ലേ, ശബ്ദം ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താ തുടങ്ങുന്നത്? ട്രക്കിയ തുടങ്ങിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അനാട്ടമി പഠിക്കുമ്പോഴത്തേക്കും ഈ ലാരിങ്സിന് മുകളിലോട്ടുള്ള ഭാഗമാണ് കോമൺ ആയിട്ടുള്ള ഫാരിങ്സ് അല്ലേ, ഫാരിങ്സ്. അപ്പോൾ ഈ ലാരിങ്സിലേക്കുള്ള ഈ എൻട്രിയെ ഒരു സാധനം വെച്ച് അടച്ചിട്ടുണ്ട് അല്ലേ, ഒരു സാധനം വെച്ച് അടച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ട്രക്കിയ, ഇവിടെ ഉണ്ട്, ഇവിടെ വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ എപ്പിഗ്ലോട്ടിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സാധനവും പറഞ്ഞുതരാം, അവിടെ നിൽക്കട്ടെ. എന്തായാലും ലരിഞ്ചിയോ ട്രക്കിയൽ, ഇത് ഇത്രയും കാര്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം. ലരിഞ്ചിയോ ട്രക്കിയൽ ഡിഫ്തീരിയ ഇങ്ങനെ ഇവിടെ പിടിക്കുമ്പോഴത്തേക്ക് എന്നതാ നമുക്ക് മസിൽസ് മാത്രമേ ഉള്ളൂ അല്ലേ. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ട്രക്കിയ ഫീൽ ചെയ്യാൻ തുടങ്ങി അല്ലേ. കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഇല്ലേടാ, എന്താ കാർട്ടിലേജിനസ്? അത് ഇങ്ങനെ ഇരിക്കുക, അതിനെ ഇങ്ങനെ കൊളാപ്സ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. കൊളാപ്സ് ചെയ്യാൻ നമ്മൾ ചത്തട്ട് പോകും. അതാണ് കഴുത്ത് ഞെരിച്ച ആൾക്ക് ചത്തു പോകുന്നത്. പിടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും. മനസ്സിലായ? ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും അവിടെ നമുക്ക് ട്രക്ക് ചെയ്ത് തുടങ്ങി. ഈ ട്രക്കിയയിലും
ലാരിങ്സിലും ബാധിക്കുന്ന തരത്തിലുള്ള ഡിഫ്തീരിയ. ഇത് ഭയങ്കര പ്രശ്നക്കാരനാണ്, മനസ്സിലാക്കുക. Laryngiotracheal diphtheria most often is preceded by pharyngotonsillar disease. Pharyngotonsillar disease നേരത്തെ പഠിച്ച pharyngeal diphtheria അല്ലെങ്കിൽ pharyngotonsillar diseaseനോട് അക്കമ്പനി ചെയ്തുകൊണ്ട് അത് താഴോട്ട് ബാധിക്കാം. എങ്ങോട്ട്? ട്രക്കിയയിലോട്ടും ലാരിങ്സിലോട്ടും ബാധിക്കാം. എന്ത് സംഭവിക്കൂടാ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മ്യൂക്കസ് മെമ്പറൈൻ അങ്ങോട്ട് വീങ്ങി നമുക്ക് ശ്വാസം കിട്ടാതായി പോകും. ഇതാ സംഭവിക്കുക. ആള് തട്ടിപ്പോവും, വേറെ കുഴപ്പമൊന്നുമില്ല. നോക്കാം. ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ബാർക്കിംഗ് കഫ്, കുരയ്ക്കുന്നത് പോലെയുള്ള കഫ്, ഭയങ്കരമായ ചുമ, ഹയാസ്നസ്, ശബ്ദം ഇങ്ങനെ അങ്ങ് അടച്ച് അല്ലേ. കാരണം എന്താ? ലാരിങ്സിൽ സാധനം ഇരിക്കുക, ലാരിങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ട്. ഡിസ്നിയ എന്ന് എന്താണ്? ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടല്ലേ. സ്ട്രൈഡർ ആൻഡ് സൈനോസ് അല്ലേ. അപ്പോൾ എന്താണ് സ്ട്രൈഡർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഉറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ സ്നീസ് ചെയ്തല്ലോ, ഇത് കൂർക്കം വലിക്കത്തില്ലാണ് ഈ ശബ്ദം, മനസ്സിലായ? പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ വരുന്നു. അവിടെ ഇങ്ങനെ ഉള്ളൊരു ശബ്ദം, മനസ്സിലായി? ചെറിയ ഒരു ഇതിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ശബ്ദം, അതാണ് സ്ട്രൈഡർ. സൈനോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ള, വളരെ സിമ്പിളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാൾ ശ്വാസം മുട്ടി മരിച്ച ഒരാളെ സംബന്ധിച്ച് അയാളുടെ ശരീരം നീല നിറത്തിലേക്ക് പോകും. അതിൻ്റെ കാരണം അതിനാണ് സൈനോസ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ഹൈപ്പോക്സിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകും അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മരിക്കുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ നമ്മുടെ നീല നിറം ഇങ്ങനെ പ്രിവലൻ്റ് ആയി മാറും. അപ്പോൾ എന്താ നീല നിറത്തിൻ്റെ അടിസ്ഥാനം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ കയ്യിലോട്ട് നോക്കണം, നീല നിറം കണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇവിടെയാ വെയിൻസിൽ നീല നിറം ഉണ്ടല്ലേ, ഒരു നീല നിറം ഉണ്ടല്ലേ, നീല ചവിയിലടാ അതിനകത്ത്. കാരണം എന്താണ്? അതിനകത്ത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, മനസ്സിലാക്കുക മക്കളെ. ഇത്തരത്തിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കളർ ചേഞ്ച് ആണ് സൈനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. സയനോസിസ് ബ്ലൂ കളറാണ് കേട്ടോ, ബ്ലൂ കളറ്. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ നോക്കാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ബാർക്കിംഗ് കഫ്, അങ്ങനെ ചുമ, അതുപോലെ ഹൊയാസ്നസ്, ശബ്ദം പോയി, ഡിസ്നിയ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, സ്ട്രൈഡർ വലി, അതുപോലെ എന്താണ് സൈനോസിസ്, ഇത്രയും കാര്യങ്ങളുണ്ടാകും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാരിംഗിയോട്രാക്കിയൽ ഡിഫ്തീരിയയിൽ മക്കളെ. അതുപോലെ ഇഫ് ദ ഇൻഫെക്ഷൻ എക്സ്റ്റെൻഡ്സ് ഇൻ ടു ബ്രോങ്കിയൽ ട്രീ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിവിയർ ഫോം ഓഫ് ഡിസീസ്. ബിക്കോസ് എന്താ ഇൻറ്റുബേഷനോ ട്രക്കിയോസ്റ്റമിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറഞ്ഞ സാധനം നേരെ ബ്രോങ്കിയൽ ട്രീയിലേക്ക് പോയി കഴിഞ്ഞാൽ, എന്താണ് ബ്രോങ്കിയൽ ട്രീ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ പറഞ്ഞ ട്രക്കിയ നേരെ ലാരിങ്സിൽ കയറി വന്നാൽ ഇവിടെ എന്താ? 2 ലങ്സ് ഇരിക്കുക അല്ലേ. ആ 2 ലങ്സിലേക്ക് ഇതിനെ ഇങ്ങനെ എന്താണ് പറഞ്ഞ ബ്രോങ്കസ് ഇങ്ങനെ ചെറിയ ശാഖകളായിട്ട് പോയിട്ട് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ, കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ എൻഡിലുള്ള ആൽവിയോളയിൽ വെച്ചിട്ടാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൈമാറ്റം നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബ്രോങ്കിയൽ ട്രീയിലേക്ക് ഇൻഫെക്ഷൻ പോയാലും സംഭവിക്കൂടാ. എന്ത് സംഭവിക്കും? നിങ്ങൾ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? എന്ത് സംഭവിക്കും? ആള് തട്ടിപ്പോവും അല്ലേ. ശ്വാസം കിട്ടാതെ മക്കളെ, ഇതാണ് സംഭവിക്കാം. സഫോക്കേഷൻ ഉണ്ടാവും. എന്താണ്? പ്രോസ്ട്രേഷൻ ആൻഡ് ഡിസ്നിയ സൂൺ ഫോളോ ബിക്കോസ് ഓഫ് ദ ഒബ്സ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ മെമ്പറൈൻ. ദിസ് ഒബ്സ്ട്രക്ഷൻ മേ ഈവൻ കോസ് സഫോക്കേഷൻ ഇഫ് നോട്ട് പ്രോംപ്റ്റ്ലി റിലീവ്ഡ് ബൈ ഇൻറ്റുബേഷൻ ഓർ ട്രക്കിയോസ്റ്റമി അല്ലേ. ട്രക്കിയോസ്റ്റമി ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻറ്റുബേഷൻ ട്യൂബ് കടത്തുകയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് ലാരിംഗിയോട്രാക്കിയൽ ഡിഫ്തീരിയ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അല്ലേ. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തിൻ്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട്? ഫാരിഞ്ചിയൽ ഡിഫ്തീരിയ അല്ലെങ്കിൽ ഫാരിംഗോടോൺസിലർ ഡിസീസിനുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ താഴോട്ട് ഇത് ബാധിക്കാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കേട്ടു, മനസ്സിലാക്കി. അതുപോലെ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്ന കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇൻറ്റുബേഷൻ ഓർ ട്രക്കിയോസ്റ്റമി ഈസ് നീഡഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡിഫ്തീരിയ എന്ന് ചോദിക്കാം. എന്താണ്? ട്രക്കിയയിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ലാരിംഗിയോട്രാക്കിയൽ ഡിഫ്തീരിയയാണ് ഈ പറഞ്ഞ ഇൻറ്റുബേഷൻ ആവശ്യമായിട്ട് വരുന്നത്. മനസ്സിലായി പറഞ്ഞത്? ഇനി എന്താണ്? അത്രയ്ക്ക് സിവിയർ അല്ലാത്തൊരു സംഭവം ഉണ്ട്, നേസൽ ഡിഫ്തീരിയ. നോക്കാം. ദ മെമ്പറിൻ ഈസ് ലിമിറ്റഡ് ടു ദ സെപ്റ്റം ഓർ ടർബിനേറ്റ് ആൻഡ് ഈസ് യൂഷ്വലി യൂണിലാറ്ററൽ. കണ്ടോ? സാധാരണ യൂണിലാറ്ററൽ വന്നാൽ ഒരു സൈഡിൽ മാത്രമേ മെമ്പറിൻ ഡെവലപ്മെന്റ് ഉണ്ടാകാറുള്ളൂ. നോക്കാം. എന്താണ്? ശ്രദ്ധിക്കുക. നേസൽ ഡിഫ്തീരിയ എടുക്കുമ്പോഴത്തേക്കും മെമ്പറിൻ ഈസ് ലിമിറ്റഡ് ടു ദ സെപ്റ്റം, സെപ്റ്റത്തിലായിരിക്കും അല്ലെങ്കിൽ ടർബിനേറ്റിലായിരിക്കും. അതെന്തായിരിക്കും? യൂണിലാറ്ററൽ, ഒരു സൈഡിൽ മാത്രമേ സാധാരണ കണ്ടുവരാറുള്ളൂ അല്ലേ. ദ
കണ്ടീഷൻ മേ പ്രസന്റ് വിത്ത് ഫൗൾ സ്മെല്ലിംഗ് സിറോസാങ്ങിനസ് നേസൽ ഡിസ്ചാർജ് ഓർ ഫ്രാങ്ക് എപ്പിസ്റ്റാക്സിസ്. അതായത് ഇതാണ് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? ചീത്ത മണമുള്ള ചലം എന്ന് വേണമെങ്കിൽ പറയാം. സിറോസാങ്ങിനസ് ഡിസ്ചാർജിന് പറയുന്ന പേര്. നമുക്ക് ഒരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ലിക്വിഡ് ഇല്ലടാ, ഒരു ഫ്ലൂയിഡ് ഭാഗമില്ല, അതിനകത്ത് ബ്ലഡിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും, അതുപോലെ നശിച്ചു വരുന്ന ബാക്ടീരിയയുടെ ഭാഗം ഉണ്ടായിരിക്കും അല്ലേ. പഴുപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ പഴുപ്പിന് മുന്നേ വരുന്ന എന്താണ്, പഴുപ്പ് പോയതിനു ശേഷം വരുന്ന ചലം എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ഇവിടെ നിങ്ങൾ പല ലാംഗ്വേജ് പലതും പറയുക. എന്താ അതിനൊക്കെ എന്താണ്? സിറോസാങ്ങിനസ് നേസൽ ഡിസ്ചാർജ്, അതുപോലെ അല്ലെങ്കിൽ എപ്പിസ്റ്റാക്സിസ് ഉണ്ടായി. എന്താ എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ പല പരീക്ഷ ചോദിച്ചു എന്താ എപ്പിസ്റ്റാക്സിസ് ചോദിച്ചിട്ടുണ്ട്. അതാണ് നേസൽ ബ്ലീഡിങ്ങിന് പറയുന്ന പേരാണ് എപ്പിസ്റ്റാക്സിസ് കേട്ടോ. എന്താണ് മൂക്കിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്താ എപ്പിസ്റ്റാക്സിസ്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നേസൽ ഡിഫ്തീരിയ നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മെമ്പറിൻ ഈസ് സംടൈംസ് മോസ്റ്റ് യൂഷ്വലി മിക്കവാറും ലിമിറ്റഡ് ടു ദ സെപ്റ്റം ഓർ ടർബിനേറ്റ് ഓഫ് ദ വൺ സൈഡ്, സിംഗിൾ സൈഡ്. ബിക്കോസ് എന്താണ് ഇത് മിക്കവാറും തന്നെ യൂണിലാറ്ററലായിട്ട് ഒരു സൈഡിൽ മാത്രമേ കാണാറുള്ളൂ. അതുപോലെ നോക്കാം, ഇതിൻ്റെ കൂടെ എന്തുണ്ടാകും? ചലം പോലൊരു സാധനം, സിറോസാങ്ങിനസ് നേസൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. അതുപോലെ അല്ലെങ്കിൽ എന്തുണ്ടാകും? നമുക്ക് അതിനോടൊപ്പം ഒക്കെ ആയിട്ട് എന്തുണ്ടാകും? ഫ്രാങ്ക് എപ്പിസ്റ്റാക്സിസ് അല്ലെ, നേസൽ ബ്ലീഡിങ്ങും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഇതിൻ്റെ ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ നോക്കാം. ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ, ഇത് എക്സാക്ട്ലി ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ ആണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുങ്ങളെ കാലിൽ വരുന്ന ചിരങ്ങാണ് അല്ലേ, ചിരങ്ങ്. കുറച്ചും കൂടെ സിവിയറാണ് ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ. ഇത് കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള പടമായിപ്പോയി. മോർ കോമൺ ഇൻ ട്രോപ്പിക്കൽ ഏരിയ. ശ്രദ്ധിക്കുക, ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ കൂടുതലും ട്രോപ്പിക്കൽ ഏരിയസിലാണ് കാണപ്പെടുന്നത്. ട്രോപ്പിക്കൽ കൺട്രീസിൽ, നമ്മുടെ കൺട്രി ട്രോപ്പിക്കൽ കൺട്രിയാണ് അല്ലേ. നോക്കാം, അപ്പിയേഴ്സ് ആസ് സെക്കൻഡറി ഇൻഫെക്ഷൻ ഓഫ് എ പ്രീവിയസ് സ്കിൻ അബ്രേഷൻ. എന്താ കാരണം? ഡിഫ്തീരിയയ്ക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള സ്കിന്നിനെ തുളച്ച് കയറാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് തന്നെ കാരണം അല്ലേ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു മുറിവ് അത് വ്രണമായിട്ട് മാറുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നോക്കാം, കൊർണി ബാക്ടീരിയൻ ഡിഫ്തീരിയ കനോട്ട് പെനട്രേറ്റ് ദ ഇൻടാക്ട് സ്കിൻ ആൻഡ് ഗെയിൻസ് എൻട്രി ത്രൂ വൂൺസ്, ബേൺസ് ഓർ അബ്രേഷൻസ് ഓൺലി അല്ലേ. അതിന് അതായത് എൻട്രി കിട്ടുന്നത് ഏത് വഴിയാണ്? വൂണ്ട് വഴിയോ ബേൺസ് വഴിയോ അബ്രേഷൻസ് വഴിയോ ഒക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. നോക്കാം, ഇതെന്താ ചെയ്യുന്നത്? ഇറ്റ് കോസ് ദ അൾസറേഷൻ. ദ ടിപ്പിക്കൽ അൾസർ യൂഷ്വലി പഞ്ച്ഡ് ഔട്ട് ആൻഡ് 0.5 cm or more in size. The early stage ulcer is covered by a ഗ്രേയിഷ് യെല്ലോ ഓർ ബ്രൗണിഷ് മെമ്പറൈൻ. അതായത് ഒരു ഏർലി സ്റ്റേജിൽ എന്തുണ്ടാവും? ഒരു മെമ്പറൈനൊക്കെ ഉണ്ടാവും. വലിയ കഥയും നിങ്ങൾ കൊടുക്കണ്ട. ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ചിരങ്ങ് പോലെ ആകും. എന്ത്? ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, PSC പോയിന്റ് ഓഫ് വ്യൂ മോർ കോമൺ ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ് എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. എന്താണ്? ഇൻടാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് കഴിവില്ല? കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയ്ക്ക് ശേഷിയില്ല എന്നുള്ളതാണ്. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലേടാ? ഓക്കെ, അത് അൾസറേഷൻ, പുണ്ണുണ്ടാക്കും. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നേരത്തെ ഉള്ള മുറിവിനെ അതെന്താക്കും? വലുതാക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻ നോക്കാം. ദ മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ ഡിഫ്തീരിയ ആർ റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ഫോളോഡ് ബൈ ഡെത്ത്. ഇതാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള അതിന് പിന്നെ കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. എന്തൊക്കെയാണ്? എന്താണ് നമ്മുടെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ലിവറിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഈ ടോക്സിൻസ് ഇതിനെല്ലാം ബാധിക്കും കേട്ടോ. ഇതെല്ലാം കോംപ്ലിക്കേഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ ഡയഗ്നോസ് നോക്കാം. ഷിക് ടെസ്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. കൂടുതലൊന്നും പഠിക്കേണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾ അതിൻ്റെ മെത്തേഡോ പ്രൊസീജിയറോ ഒന്നും ഓർക്കണ്ട. ചോദിക്കുന്ന ഇത് മാത്രമായിരിക്കും. എന്താണ്? ഷിക് ടെസ്റ്റ് ഏത് രോഗത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിശോധന ഏതാണെന്ന് ചോദിക്കും. ഇതൊരു ഇൻട്രാഡെർമൽ ടെസ്റ്റാണ്. നമ്മുടെ ട്യൂബർക്കുലിൻ ടെസ്റ്റ് പോലെ. ട്യൂബർക്കുലിൻ എന്ന് പറയുമ്പോൾ ട്യൂബർക്കുലോസിന് ഉണ്ടാവുമെന്ന് പരിശോധിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ട്യൂബർക്കുലിൻ ടെസ്റ്റ്. അതേപോലെയാണ് ഷിക് ടെസ്റ്റ് നടത്തുന്നത്. അത് ഇൻട്രാഡെർമൽ ഇഞ്ചെക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? 2 മുതൽ 4 ദിവസം കഴിഞ്ഞിട്ട് റിയാക്ഷൻ നോക്കും. റിയാക്ഷൻ്റെ എത്ര സ്ഥലത്ത് റിയാക്ഷൻ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ നമ്മുടെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെയാണോ? അതിന് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ചിൽഡ്രൻ ഹൂ ഡെവലപ്പ് ഡിഫ്തീരിയ ഷുഡ് ബി ഗിവൺ ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് മാത്രമല്ല കൊടുക്കുന്നത്. കാര്യം എന്താ? ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിനാണ്. അപ്പോൾ ആൻറ്റി ടോക്സിനാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അല്ലേ. അതിനോടൊപ്പം ആൻറ്റിബയോട്ടിക്സും കൊടുക്കാം. ആൻറ്റിടോക്സിൻ കൊടുക്കണം, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. ഏതൊക്കെയാണ് കൊടുക്കാം? പ്രധാനമായിട്ടും പെനിസിലിൻ, എറിത്രോമൈസിനൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്രഗ് ഓഫ് ചോയ്സിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും പെനിസിലിൻ ആൻഡ് എറിത്രോമൈസിനാണ്.
ഓക്കെ. അതുപോലെ ക്വാറന്റൈൻ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. 14 ദിവസം ക്വാറന്റൈൻ അല്ല, ആക്ച്വലി ഐസൊലേഷൻ ആണ് കേട്ടോ. ഐസൊലേഷൻ ആണ്. ദേ ഷുഡ് ബി ഐസൊലേറ്റഡ് ടു അവോയ്ഡ് എക്സ്പോസിങ് അതേഴ്സ് ടു ദ ഡിസീസസ്. അതായത് നമ്മൾ ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യണം? മാറ്റി നിർത്തണം അല്ലേ? മാറ്റി നിർത്തണം. മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ മാറ്റി നിർത്തുന്നത് 14 ദിവസം ഓർ അൺടിൽ പ്രൂവൺ നെഗറ്റീവ്. അപ്പോൾ ഒന്നുകിൽ 14 ദിവസം നോക്കുക, അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ആകുന്നവരെ. 14 ദിവസം കഴിഞ്ഞ് നെഗറ്റീവ് ആയില്ലെന്നുണ്ടെങ്കിൽ അവനെ പിന്നെ അവിടെ വെച്ചേക്കും. മനസ്സിലായ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഐസൊലേഷൻ്റെ സമയം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ? എന്താണ് ഡിഫ്തീരിയ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിഫ്തീരിയ ബാധിച്ച ഒരാളിനെ എത്ര ദിവസമാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ടത്? ഐസൊലേഷനും ക്വാറന്റൈനും മാറിപ്പോയില്ല കേട്ടോ മക്കളെ. എന്താ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഐസൊലേഷൻ? എന്താ ക്വാറന്റൈൻ? ക്വാറന്റൈൻ ഈസ് ആൾവേസ് എ പ്രിവെൻറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രിക്കോഷണറി മെത്തേഡ്. മനസ്സിലാക്കുക. പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു വെച്ചോളൂ. നമ്മൾ കോവിഡ് സമയത്ത് തന്നെ ഐസൊലേഷനും ക്വാറന്റൈൻ നമ്മൾ ഒരുപാട് കൺഫ്യൂസ് ആവുന്ന അവിടെ. അതായത് ഒരാൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുകയും ക്വാറന്റൈനാണ് നമ്മൾ കേട്ട് വന്നത് അല്ലേ? അപ്പോൾ ക്വാറന്റൈൻ എന്താണ് നിങ്ങളൊന്ന് കേട്ട് വെച്ചേക്കണം. എന്താണ് ക്വാറന്റൈൻ? ക്വാറന്റൈൻ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ പുറത്തു നിന്നും ഒരാൾ വന്നു, നമ്മുടെ നാട്ടിലേക്ക് വന്നു. നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇയാൾ വന്ന് താമസിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കും എന്തില്ല അസുഖമില്ല. അപ്പോഴത്തേക്കും ഒരു പക്ഷേ അയാൾ വരുന്ന നാട്ടിൽ ഈ അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് അസുഖമായിക്കോട്ടെ, ആ അസുഖം അദ്ദേഹത്തിന് കൊണ്ടോ ഇല്ലയോ, അതായത് എന്താണ് അദ്ദേഹം ഈ അസുഖത്തിന്റെ ക്യാരിയർ ആണോ, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുമോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്ന ക്വാറന്റൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്വാറന്റൈൻ ഇറ്റ്സ് എ പ്രിവെൻറ്റീവ് മെത്തേഡ് മെഷർ കേട്ടോ. ക്വാറന്റൈൻ എന്താണ്? പ്രിവെൻറ്റീവ് ആണ്. പക്ഷേ എന്താ ഐസൊലേഷൻ? ഐസൊലേഷൻ എത്രയേ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ എനിക്ക് അസുഖം വന്നു, കൺഫേം ചെയ്തു, അപ്പോൾ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടി എന്നെ മാറ്റി നിർത്തുന്നു. ഇതാണ് ഐസൊലേഷൻ. ഇതാണ് മനസ്സിലാക്കുന്നത്. ക്വാറന്റൈനും ഐസൊലേഷനും എന്നുള്ള വ്യത്യാസമുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ എന്താണ് ഇവിടെ ഐസൊലേഷൻ എത്ര? അസുഖം വന്ന ആളെ ചെയ്യുന്നില്ലേ? ഐസൊലേഷൻ എത്ര? 14 ദിവസമാണല്ലേ? 14 ദിവസമാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ അവൻ നെഗറ്റീവ് ആകുന്നവരെ അവൻ ഐസൊലേറ്റ് ചെയ്യണം. ഇനി എബൌട്ട് 2 days ആഫ്റ്റർ സ്റ്റാർട്ടിങ് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ദ പേഷ്യൻറ്റ് ഈസ് നോൺ ലോങ്ങർ ഇൻഫെക്ഷ്യസ്. മിക്കവാറും നമ്മൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ ഇവൻ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ ഇൻഫെക്ഷ്യസ് ആയിരിക്കത്തില്ല. അതായത് അവനിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഏറെക്കുറെ മാറിക്കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും നമുക്ക് ട്രീറ്റ്മെൻറ്റ്. ഇനി നമുക്കിതിൻ്റെ പ്രിവെൻഷൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന സാധനം DPT വാക്സിൻ, ഡിപ്തീരിയ പെട്രോസിസ് ടെറ്റനസ്. എന്താണ്? തൊണ്ടമുള്ള വില്ലൻ ചുമ ടെറ്റനസ് അല്ലേ? ഓക്കെ. അപ്പോൾ DPT വാക്സിൻ. പിന്നെ ഒരു പെൻഡാവാലന്റ് വാക്സിനും പ്രയോഗത്തിലുണ്ട്. അതും കൂടെ നോക്കി വെച്ചേക്കാം. DPTയെ ചോദിക്കത്തുള്ളൂ നമുക്ക് കേട്ടോ. DPT വാക്സിൻ ഏതിനൊക്കെയാണ് പ്രതിരോധിക്കുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിലവിലത്തെ വാക്സിൻ ഷെഡ്യൂൾ അനുസരിച്ച് ഡിപ്തീരിയ കവർ ചെയ്യുന്നത് ഏത് വാക്സിനിലാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. നോക്കാം. പെൻഡാവാലന്റ് വാക്സിൻ ഡിപ്തീരിയ, പെട്രോസിസ്, ടെറ്റനസ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, HIV എന്നും പറയും കേട്ടോ. HIV അല്ല മക്കളെ, HI ചെറിയ ബി കേട്ടോ. HIV ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി കേട്ടോ. ഇത്തരത്തിൽ 5 അസുഖങ്ങൾക്കെതിരെ കൊടുക്കുന്ന വാക്സിനാണ് ഈ പറഞ്ഞ പെൻഡാവാലന്റ് വാക്സിൻ. ഇത് ട്രൈവാലന്റ് ആണ്. ഇതിനകത്താണ് എന്തൊക്കെയാണ് വരുന്നത്? പെൻഡാവാലന്റ് എന്തൊക്കെ വരുന്നത് നോക്കാം. ഡിപ്തീരിയ വരുന്നുണ്ട്, പെട്രോസ് വരുന്നുണ്ട്, ടെറ്റനസ് വരുന്നുണ്ട്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. 2 അഡീഷണൽ വരുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബിയും കൂടെ ചേർന്നിട്ടാണ് പെൻഡാവാലന്റ് വാക്സിൻ വരിക. ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നോക്കട്ടെ. 2021 107 പ്രകാരം അല്ലേ JHA എക്സാമിനേഷൻ ചോദിച്ചാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ആർ ഗ്രാം പോസിറ്റീവ്? അതിനകത്ത് വരുന്നതാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ, ബാസിലസ് ആന്ത്രാക്സിസ്, സാൽമണല്ല ടൈഫി, ഈ കൊളൈ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് ആണ്. അപ്പോൾ നോക്കാം. ഇതിനകത്ത് എന്താ വരുന്നത്? നമ്മൾ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഗ്രാം പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയെന്ന് അല്ലേ? അപ്പോൾ എന്താണ് പിന്നെ വരുന്നത്? ബാസിലസ് ആന്ത്രാക്സിസും ഗ്രാം പോസിറ്റീവ് ആണ്, ബാക്കി 2 ഗ്രാം നെഗറ്റീവ് ആണ്. അപ്പോൾ ആ ഗ്രാം സ്റ്റെയിനിങ് പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സംഭവം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. എന്നാലും ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ പേടിക്കണം നിങ്ങൾ. എന്താണ്? ഓപ്ഷൻ A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? ഏതാണ് വരുന്നത്? ഓപ്ഷൻ A ആണ്. 1 and 2 ആണ് അല്ലേ? ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒത്തിരി ഉണ്ട്. നിങ്ങളെല്ലാം കൃത്യമായിട്ട് കേട്ട് ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കണം. Which of the following is the usual method by which diphtheria is spread? ഏതാടാ? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് അല്ലേടാ? സംശയമൊന്നുമില്ല കാര്യത്തില്ല. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ അല്ലേ? എയറോസോൾ.
അതുപോലെ എന്താണ് എബൌട്ട് 3% ഓഫ് പീപ്പിൾ വിത്ത് ഡിഫ്തീരിയ ഡൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനാരിയോസ് ഡസ് നോട്ട് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡൈയിങ് ഫ്രം ഡിഫ്തീരിയ. താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ഇത്രയും 3% സാധാരണ മരിക്കാറുണ്ട്, പക്ഷേ താഴെ തന്നിരിക്കുന്നതിൽ ഡിഫ്തീരിയയിൽ മരണം ഉണ്ടാകാത്ത സിനാരിയോ അത് എന്താണ് ഹാർട്ട് സ്കിൻ സ്കിൻ ഉണ്ടെന്ന് പെട്ടെന്ന് നമ്മൾ തട്ടിപ്പോകാറൊന്നുമില്ല അല്ലേ. സ്കിന്നിനെ ബാധിക്കുന്ന ഡിഫ്തീരിയാണ്, അങ്ങനെ അല്ലാത്തത് അല്ലേടാ. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരുന്നത് ഹൈപ്പോത്തറ്റിക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ഡിഫ്തീരിയ ഈസ് കോസ്ഡ് ബൈ എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയം. എന്താണ് തെറ്റല്ലേടാ, ഗ്രാം പോസിറ്റീവ് അല്ലേ. അതുപോലെ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ഈസ് ജനറലി ആൻഡ് ഒബ്ലിഗേറ്റ് അനേറോബ് അല്ലല്ലേ, ഫാക്കൽറ്റേറ്റീവ് അനേറോബ് ആണ്. ശ്രദ്ധിക്കുക, ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഡിഫ്തീരിയ ഈസ് പ്രൈമർലി ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. തെറ്റാണ്. പ്രൈമർലി എന്താണ് ഡ്രോപ്പിലെറ്റ് എയറോസോൾ അല്ലേ. അപ്പോൾ എല്ലാം തെറ്റല്ലേടാ, എല്ലാം തെറ്റല്ലേ. എന്താണ് ഒരെണ്ണവും ഇല്ല, ശരിയായിട്ടില്ല. ഒരെണ്ണവും ഇല്ല. അപ്പോൾ ഡി നൺ ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ശരി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിഫ്തീരിയ ഈസ് ടിപ്പിക്കലി 1 to 2 days. തെറ്റാണത്, ശരിയല്ലത് അല്ലേ, അത് ശരിയല്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇത് തെറ്റെന്ന് ഇവിടെ തന്നെ കിട്ടാം കേട്ടോ. എന്നിട്ട് മാത്രം അവസാനത്തെ മുകളിൽ ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ നോട്ട് അൺട്രൂ ആണോ അങ്ങനെയൊക്കെ എഴുതേക്കണം നോക്കണം കേട്ടോ. The main pathogenic factor in diphtheria is an endotoxin produced by the bacterium. തെറ്റാണ്, എക്സോടോക്സിൻ ആണ് അല്ലേ മക്കളെ. അപ്പോൾ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ the nasal diphtheria may present with a foul smelling serrasaginous nasal discharge. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ഏതാണ്ടാ തെറ്റായത്? അതൊക്കെ 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ളത്. എ ആണ് ഉത്തരം അല്ലേ, മറന്നുപോയില്ലല്ലോ. ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ അല്ലേ. നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ഇവിടെയും ശരി അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ ക്യാൻ പെനട്രേറ്റ് ഇൻടാക്ട് സ്കിൻ ആൻഡ് ഗെയിൻ എൻട്രി. തെറ്റാണ്, കാരണം ഇറ്റ് കനോട്ട് പെനട്രേറ്റ് ഇൻടാക്ട് സ്കിൻ അല്ലേ. അതുപോലെ ദ പ്രൈമറി കോംപ്ലിക്കേഷൻ ഓഫ് ഡിഫ്തീരിയ ഈസ് കിഡ്നി ഫെയില്യൂർ. തെറ്റാണ്, പ്രൈമറി കോംപ്ലിക്കേഷൻ കിഡ്നി ഫെയില്യൂർ ഒന്നും അല്ല. പ്രൈമറി കോംപ്ലിക്കേഷൻ എന്താണ് വരുന്നത്, ഏറ്റവും കൂടുതൽ എന്താണ് വരുന്നത്, അതിന് മുന്നേ എന്താ ആൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ടല്ലേ. എന്താണ് നമ്മുടെ ബ്രോങ്കസിലോട്ടൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പ്രധാനപ്പെട്ട പ്രൈമറി കോംപ്ലിക്കേഷൻ. അതുപോലെ ദ ഷിക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ് ഡിഫ്തീരിയ അല്ലേ. അപ്പോൾ എന്താണ് തെറ്റായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഇത് ഷിക് ടെസ്റ്റ് ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. ഓക്കെ ആണ്. അതുപോലെ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. താഴ്ത്തുന്നെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏവ. ഡിഫ്തീരിയ ആന്റിടോക്സിൻ ആൻഡ് ആന്റിബയോട്ടിക്സ് ആർ ടിപ്പിക്കലി അഡ്മിനിസ്ട്രേറ്റഡ് ആസ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിഫ്തീരിയ. ശരിയാണ്, ആന്റിടോക്സിനും കൊടുക്കാറുണ്ട്, ആന്റിബയോട്ടിക്സും കൊടുക്കാറുണ്ട്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിഫ്തീരിയ പേഷ്യൻസ് റിമൈൻ ഇൻഫെക്ഷസ് ഫോർ സെവറൽ വീക്സ് ഈവൻ വിത്ത് ട്രീറ്റ്മെന്റ്. തെറ്റാണതല്ലേ, തെറ്റാണ്. എന്താ കാര്യം, 2 ദിവസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അവന് പിന്നെ ഇൻഫെക്ഷസ് ആകാൻ കഴിയില്ല. അവന്റെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ അവന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി നഷ്ടപ്പെടും എന്നുള്ളതാണ്. നോക്കാം, ദ DPT വാക്സിൻ പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് ഡിഫ്തീരിയ, പോളിയോ ആൻഡ് ടെറ്റനസ്. പോളിയോ അല്ല മക്കളെ, P സ്റ്റാൻഡ്സ് ഫോർ പെട്രൂസിസ് അല്ലേ. പോളിയോ അല്ല, പകരം എന്താ പെട്രൂസിസ് ആണ് മക്കളെ, പെട്രൂസിസ് മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഏതാണ്, അതും തെറ്റാണ്. ശരിയായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ശരിയായത് ഏതെന്ന ചോദ്യം ഏതാണ്, D1 ഓൺലി അല്ലേ, ഡി. ഓക്കെ. അതുപോലെ നോക്കാം, വാട്ട് ഈസ് ദ കോസേറ്റീവ് ഓർഗൻ ഓഫ് ഡിഫ്തീരിയ. ഏതാ വരുന്നത്, കോർണിബാക്ടീരിയം ഡിഫ്തീരിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, എത്ര നേരം കഥ കേട്ടുകൊണ്ടിരുന്നതല്ലേ. ഇനി ആരാണ് സീതയുടെ ഭർത്താവ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ മോർഫോളജി ഓഫ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ. ഗ്രാം പോസിറ്റീവ്, എയ്റോബിക്, നോൺ മോട്ടൈൽ, നോൺ സ്പോറിങ് അല്ലേടാ. എന്താണ് എയ്റോബിക് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് അനേറോബ് എന്ന് പറയാം അല്ലേ. അതിവിടെ പറയുന്നില്ല, കുഴപ്പമില്ല. അവിടെ ഗ്രാം നെഗറ്റീവ് അല്ലല്ലോ, അത് തെറ്റല്ലേ. ഗ്രാം പോസിറ്റീവ് അനൈറോബിക് അല്ലല്ലോ, ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് അല്ലേ. അവിടെ വെറും ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് മാത്രമല്ല, എയ്റോബിക്കും ഫാക്കൽറ്റേറ്റീവ് അനൈറോബുമാണ്. അതുപോലെ ഗ്രാം നെഗറ്റീവ് അല്ലല്ലോ, തെറ്റല്ലേ. അപ്പോൾ ഇതാണ് ശരി മക്കളെ അല്ലേ. വളരെ വളരെ രസകരമായ ചോദ്യങ്ങളാണ്. നിങ്ങൾ വളരെയധികം ആവേശത്തോടെ ഉത്തരം എഴുതണം. ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് എടുക്കുമ്പോൾ 200 കിലോ എടുക്കുക. ഓക്കെ. അതുപോലെ ഹൗ ഡു കോർണിബാക്ടീരിയം ബാക്ടീരിയ അറേഞ്ച് themselves in smear preparations. നോക്കാം, വി അല്ലെങ്കിൽ എൽ ഷേപ്സ് അല്ലെങ്കിൽ യൂണിഫോം ലീവ് പോലെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അത് അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. അതുപോലെ നോക്കാം, വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിഫ്തീരിയ. എത്രയാണ്, 2 മുതൽ 6 ദിവസം നമുക്ക് എഴുതാം മക്കളെ. 2 മുതൽ 6 ദിവസം. 5, 7 തെറ്റായിട്ട് വരും. കാര്യം എന്താണ്, 2 ദിവസം കൊണ്ട് സിംറ്റംസ് സാധാരണ കാണാറുണ്ട്. ഓക്കെ, 2 മുതൽ 6 ദിവസം എഴുതാം അല്ലേ. അതുപോലെ നോക്കാം, വാട്ട് ഈസ് ദ പ്രൈമറി പാത്തോജനിക് ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ടിഷ്യൂ ഡാമേജ്. ഏതാ, എക്സോടോക്സിൻ ആണല്ലേ ടിഷ്യൂ ഡാമേജിന് കാരണമാകുന്നത്, എക്സോടോക്സിൻ അല്ലടാ. അതുപോലെ what is the term used to describe the membrane that forms in the throat and tonsils during diphtheria. എന്താണ്, സ്യൂഡോ മെംബ്രെയിൻ എന്നാ പറയുന്നത്. എന്താണ്
സ്യൂഡോ മെംബ്രെയിൻ, തെറ്റായ മെംബ്രെയിൻ എന്നാ പറയുന്നത്. എന്താണ് സ്യൂഡോ മെംബ്രെയിൻ എന്നാ പറയുന്നത്? നമ്മുടെ തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന ആ മെംബ്രെയിൻ പറയുന്ന പേരെന്താണ്? സ്യൂഡോ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത് നമ്മൾ. തെറ്റ്, കള്ള മെംബ്രെയിൻ. ഓക്കെ. അതുപോലെ വിച്ച് ടൈപ്പ് ഓഫ് ഡിഫ്തീരിയ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ബ്ലൂയിഷ് വൈറ്റ് ഓർ ഗ്രേ മെംബ്രെയിൻ ഓവർ ദ ടോൺസിൽസ് ആൻഡ് ഫാരിങ്സ് ഓഫൺ ലീഡിംഗ് ടു സ്വോളൻ നെക്ക്? ഏതിലാടാ? ഫാരിഞ്ചിയൽ ഡിഫ്തീരിയയിലാണ് കേട്ടോ, അല്ലെങ്കിൽ ടോൺസിലോ ഫാരിഞ്ചിയൽ ഡിഫ്തീരിയയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണ്. അതുപോലെ വാട്ട് ഈസ് ദ മെയിൻ സിംറ്റം ഓഫ് ലാരിഞ്ചിയൽ ഡിഫ്തീരിയ? ബാർക്കിംഗ് കഫ് ആണ് കേട്ടോ. സ്വോളൻ നെക്ക്, സിവിയർ ഹെഡ് ഏക്ക് എന്നല്ല, എന്താണ് അത്രയും ശക്തമായിട്ടുള്ള ചുമയാണ് അല്ലേ, നമുക്കറിയാലോ. അതുപോലെ നോക്കാം, ഹൗ ഈസ് ദ നേസൽ ഡിഫ്തീരിയ ടിപ്പിക്കലി ക്യാരക്ടറൈസ്ഡ് ബൈ? എന്താണ്? യൂണിലാറ്ററൽ നേസൽ ഡിസ്ചാർജ് വരുന്നതല്ലേ. കാരണം എന്താണ്? മിക്കവാറും ഇത് യൂണിലാറ്ററൽ ആയിരിക്കും, ഒരു സൈഡിലാണ് കാണപ്പെടുന്നത് അല്ലേടാ, ശരിയല്ലേ? അതുപോലെ വാട്ട് ഈസ് എ കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ഡിഫ്തീരിയ ദാറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത്? മരണത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻ ഏതാടാ? റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ആണല്ലേ. റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ മറന്നില്ലല്ലോ. വാട്ട് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിഫ്തീരിയ? ഏത് ടെസ്റ്റ് ആണ്? ഷിക് ടെസ്റ്റ് ആണല്ലേ. ഷിക് ടെസ്റ്റ് ആണ്. മാൻഡോക്സ് അതൊക്കെ ഇതെല്ലാം വേറെ സാധനങ്ങൾ. TB ടെസ്റ്റ്, TB ആണ്. എലിസ് ടെസ്റ്റ് നമ്മുടെ എയ്ഡ്സ് ആണല്ലേ. ഓക്കെ. അപ്പോൾ അതുപോലെ വാട്ട് ഈസ് ദ റെക്കമെൻഡ് ട്രീറ്റ്മെന്റ് ഫോർ ചിൽഡ്രൻ ഹു ഡെവലപ്പ് ഡിഫ്തീരിയ? ഏതാണ്? ഡിഫ്തീരിയ ആന്റിടോക്സിൻ ആൻഡ് ആന്റിബയോട്ടിക്സ് ആണ് ഇതിനകത്ത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ചികിത്സ അല്ലേ. ഓക്കെ. അതുപോലെ ഹൗ ലോങ് ഡസ് ഇറ്റ് ടിപ്പിക്കലി ടേക്ക് ഫോർ ഡിഫ്തീരിയ പേഷ്യന്റ് ടു ബിക്കം എ നോൺ ഇൻഫെക്ഷ്യസ് ആഫ്റ്റർ സ്റ്റാർട്ടിങ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്? 2 ദിവസം കഴിഞ്ഞാൽ നോൺ ഇൻഫെക്ഷ്യസ് ആകാൻ പറ്റും അയാൾക്ക്. അതുപോലെ വാട്ട് ഈസ് ദ, അത്രയും കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞ കേസല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി പ്രിവെന്റേറ്റീവ് മെഷർ എഗെയിൻസ്റ്റ് ഡിഫ്തീരിയ? എന്താ? DPT വാക്സിൻ അല്ലേ. DPT വാക്സിൻ മറന്നില്ലല്ലോ. നോക്കാം, വാട്ട് ഡസ് ദ DPT വാക്സിൻ പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഡിഫ്തീരിയ പെട്രോസ്? മറന്നുപോയത് അതൊരിക്കലും മാറിപ്പോവില്ല, മാംസ് ഒക്കെ മാറ്റിത്തരും കേട്ടോ. അത് എപ്പോഴും നമുക്കത് ഇവിടെ കേൾക്കുമ്പോഴത്തേക്കും എനിക്കറിയാമല്ലോ സാറെന്ത് കഴിഞ്ഞാൽ പറയുന്നത്, അവിടെ പോയിട്ട് തെറ്റിച്ചിട്ട് വരും. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് പറയുന്നത്. അത്രയും അറിയാവുന്ന കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോളിയാണോ പെട്രോസിസ് ആണോ സംശയമായാൽ തീർന്നു. പിന്നെ അതിൻ്റെ പിറകെ പോകും, തെറ്റേ കൂത്തത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായി പറഞ്ഞത്. ഓക്കെ. അതുപോലെ അടുത്ത ദിവസം നോക്കാം, വാട്ട് ഈസ് ദ പ്രൈമറി റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ഫോർ ഡിഫ്തീരിയ? ഏതാടാ വരുന്നത്? എയർബോൺ ഡ്രോപ്ലെറ്റ്സ് ആണല്ലേ. ഓക്കെ. അതുപോലെ നോക്കാം, വിച്ച് ഓർഗൻ ഡസ് ഡിഫ്തീരിയ പ്രൈമറിലി അഫക്റ്റ് വെൻ ഇറ്റ് കോസസ് എ ബ്ലൂയിഷ് വൈറ്റ് ഓർ ഗ്രേ മെംബ്രെയിൻ ടു ഫോം? എന്താ നോക്കുന്നത്? ടോൺസിൽസ് അല്ലേ. ടോൺസിൽസ് ആൻഡ് ത്രോട്ട് ആണ്. അതുപോലെ വിച്ച് ടൈപ്പ് ഓഫ് ഡിഫ്തീരിയ ക്യാൻ ലീഡ് ടു എ ബുൾ നെക്ക് അപ്പിയറൻസ്? നോക്കാം അല്ലേ, അതെന്താണ്? ഫാരിഞ്ചൽ ഡിഫ്തീരിയയിലാണ് ബുൾ നെക്ക് അപ്പിയറൻസ് വരാൻ സാധ്യതയുള്ള അല്ലേടാ. അതുപോലെ വാട്ട് ഈസ് ദ പ്രൈമറി പാത്തജനിക് ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ടിഷ്യൂ ഡാമേജ് ഇൻ ഡിഫ്തീരിയ? ഏതാണ്? എക്സോടോക്സിൻസ് ആണ്. ഓക്കെ ആണോ മക്കളെ പറഞ്ഞത്? ഓക്കെ ആണോ? കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യങ്ങളൊക്കെ മനസ്സിലായി? എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ പറ്റിയോ? ഈ ചോദ്യങ്ങൾ പിന്നെയും പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറയുന്നു, ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേട്ട് അനുസരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലി കിട്ടും. എൻ്റെ നാവിലെത്തി കറുത്ത നിറമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ? കരിനാ കണ്ടെനിക്ക് മനസ്സിലായ? നിങ്ങൾ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെയും ചോദ്യങ്ങൾ ഉണ്ടാക്കണം, അതിന് നോട്ട് എടുത്ത് വെച്ചിട്ട്. മനസ്സിലായ? പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ. ശ്രമിച്ചു കഴിഞ്ഞാൽ യു വിൽ ഷുവർലി ബി റിവാർഡഡ്. ദാറ്റ്സ് മൈ വേർഡ് ആൻഡ് ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസ നേർന്നു നിർത്തുകയാണ്. താങ്ക് യു.